ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 45. പ്രധാന മുറിയിൽ അരുണേന്ദ്രനുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാരണവർ അമരന്റെ മുഖം തിളങ്ങുന്നത് ശ്രദ്ധിച്ചു. അവന്റെ മുഖത്തു നിന്നും തേജോമയമായ ഒരു പ്രകാശം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ പ്രകാശം ശക്തിയുടെ പ്രതീകമാണെന്ന് അറിയാവുന്ന ആ കാരണവർക്ക് അമരന്റെ ശക്തി വർദ്ധിച്ചു എന്ന് മനസ്സിലായി. ആ തിരിച്ചറിവിൽ കാരണവർ അല്പം ആശ്ചര്യപ്പെട്ടു. അമര, രാജകുമാര, നിങ്ങളുടെ ശക്തി വർദ്ധിച്ചുവല്ലേ? കാരണവർ ചോദിച്ചു. അത് കേട്ട് അരുണേന്ദ്രനും അമ്പരപ്പോടെ അമരന്റെ മുഖത്തേക്ക് നോക്കി. മനസ്സിലെന്തോ ചിന്തിച്ചുറപ്പിച്ചവനെ പോലെ മഹാരാജന്റെ മുഖം തെളിഞ്ഞു. എന്താ അമര, നീ അപരാജിതന്റെ നിലവാരത്തിലെത്തിയോ? നിന്റെ മുഖം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. അരുണേന്ദ്രൻ സന്തോഷത്തോടെ ചോദിച്ചു. രാജാവിന്റെ ചോദ്യത്തിന് അമരൻ എന്താണ് മറുപടി പറയുക എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ അമരന്റെ മുഖത്തേക്ക് നോക്കി. പിതാവേ, അപരാജിത നിലവാരത്തിലെത്തി എന്ന് തോന്നുന്നു. വ്യക്തമായി എനിക്കൊന്നും അറിയില്ല. ഞാനിന്ന് പരിശീലനത്തിൽ ഏർപ്പെട്ടപ്പോൾ എന്റെ ശക്തി വർദ്ധിച്ചതായി എനിക്ക് തോന്നിയിരുന്നു. ഒരു പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കാം, അമരൻ പറഞ്ഞു. തന്റെ മകന്റെ അതിവേഗത്തിലുള്ള നേട്ടങ്ങളിൽ താൻ അത്ഭുതപ്പെടേണ്ടതുണ്ടോ അതോ സന്തോഷവാനാകണോ? അരുണേന്ദ്രന് ഒന്നും മനസ്സിലായില്ല. മഹാരാജാവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അമരൻ ഇതാദ്യമായല്ല എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അമര, വളരെ സന്തോഷം. നീ എനിക്ക് നല്ലൊരു വാർത്തയാണ് തന്നത്. പുത്ര, ഈ പിതാവിന്റെ സീമാതീതമായ അഭിനന്ദനങ്ങൾ. എനിക്കിപ്പോൾ സമാധാനം തോന്നുന്നു. കുമാരന്റെ കഠിനമായ പരിശീലനം വെറുതെ ആയില്ല. സന്തോഷം പ്രകടിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. നിനക്ക് സമയമുള്ളപ്പോൾ നമ്മുടെ രാജ്യകാര്യാലയത്തിൽ വന്ന് അപരാജിത ചിഹ്നം എടുത്തുകൊള്ളുക, മഹാരാജൻ പറഞ്ഞു. തീർച്ചയായും പിതാവേ, ഞാനിപ്പോൾ പൊയ്ക്കോട്ടെ? പരിശീലനം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് വന്നത്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. കുറച്ചു നേരം വിശ്രമിക്കണം. മറ്റൊന്നുമില്ലെങ്കിൽ ഞാൻ പോകട്ടെ? അമരൻ പിതാവിനോട് പോവാനുള്ള അനുവാദം ചോദിച്ചു. മറ്റൊന്നുമില്ല അമര, ക്ഷീണമുണ്ടെങ്കിൽ പോയി വിശ്രമിക്കൂ. അമരൻ അവിടെയുള്ള എല്ലാവരെയും വണങ്ങി യാത്ര പറഞ്ഞു. അവിടെയുള്ളവരെല്ലാം അവനെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ മക്കൾക്ക് അമരനെ പോലെ അതിവേഗം മുന്നേറാനും അപരാജിതന്റെ പദവിയിലെത്താനും കഴിയാത്തതിൽ അവർ ഖേദിച്ചു. അവരുടെ നിരാശ നിറഞ്ഞ മുഖം കണ്ട് അമരന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഒരു പുഞ്ചിരിയോടെ അവൻ അവിടെ നിന്നും പോയി. അരുണേന്ദ്രൻ വീണ്ടും പ്രഭുക്കന്മാരോടുള്ള തന്റെ ഉപദേശം തുടർന്നു. നമുക്ക് പുതിയ മരുന്ന് കിട്ടുന്ന കാര്യം ആരും അറിയരുത്. ചെറിയ കാര്യം പോലും പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ആരോടും ഇതേക്കുറിച്ച് ഒന്നും സംസാരിക്കരുത്. ഈ കാര്യം താരകീയ രാജവംശത്തിലെ ഏവരെയും അറിയിക്കണം. എന്റെ ആജ്ഞ ധിക്കരിച്ചുകൊണ്ട് ഈ കാര്യം പുറത്ത് ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് ഞാൻ അറിയിച്ച വിവരം ഏവരെയും അറിയിച്ചു കൊള്ളുക. അവിടെ നിന്ന് പറഞ്ഞതുപോലെ ചെയ്യാം മഹാരാജാവേ. ഇവിടെ നിന്ന് ഒന്നും പുറത്തു പോകില്ല, ഒരു പ്രഭു പറഞ്ഞു. നമുക്ക് കൃത്യസമയത്തിനായി ശാന്തമായി കാത്തിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ തോറ്റു പിന്മാറി എന്ന് കരുതി കടകവംശർ തനിയെ കെണിയിൽ വന്നു വീഴും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം, അരുണേന്ദ്രൻ പറഞ്ഞു. താരകീയ രാജവംശത്തിന്റെ നിശബ്ദത കണ്ട് കടക രാജവംശത്തിന്റെ ശീതയുദ്ധം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. താരകീയ രാജവംശത്തിന്റെ വിപണികൾ പൂർണ്ണമായും ശൂന്യമാക്കാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി രാജവംശത്തിന്റെ വിപണികൾ സ്വന്തമാക്കി. പക്ഷേ താരകീയ രാജവംശം അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. താരകീയ രാജവംശത്തിൽപ്പെട്ട ചില സംഘങ്ങൾ രാജവംശത്തിന്റെ നിശബ്ദതയിൽ നിരാശരായി. തങ്ങളെ രക്ഷിക്കാൻ മഹാരാജൻ ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്ന് അവർ കരുതി. ഇക്കാരണത്താൽ രാജവംശത്തിൽ നിന്ന് വേർപിരിയാൻ പോലും ചിലർ തയ്യാറായി. 2 ദിവസം ഇങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് നേരം പുലർന്നു. സൂര്യൻ പുഞ്ചിരിയോടെ ആകാശത്ത് ഉദിച്ചുയർന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെന്ന പോലെ കടകരാജവംശത്തിന്റെ വിപണികളിൽ തിരക്കായിരുന്നു. കടകരാജവംശത്തിന്റെ ചന്തകൾ നിറഞ്ഞ തിരുവോരങ്ങളിൽ ജനസമുദ്രമൊഴുകി. ചന്തയിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു. ചില ചെറിയ കടകളും വലിയ വലിയ കടകളും. ആ കടകളുടെ കൂട്ടത്തിൽ വസന്തവിഹാർ എന്നൊരു കടയുണ്ടായിരുന്നു. അതായിരുന്നു ആ ചന്തയിലെ ഏറ്റവും വലിയ കട. ആ കടയുടെ മുന്നിൽ മറ്റു കടകളെ അപേക്ഷിച്ച് ആൾക്കൂട്ടം വളരെ കൂടുതലായിരുന്നു. ആളുകളുടെ ശബ്ദം നാനാ ഭാഗത്തു നിന്നും കേൾക്കുന്നു. ചിലർ പരസ്പരം തർക്കിച്ചു.
ചിലർ തിക്കും തിരക്കും കാരണം മറ്റുള്ളവരെ ശപിച്ചു. മരുന്ന് പെട്ടിയുമായി ബന്ധപ്പെട്ട് ചിലർ തമ്മിൽ ഏറ്റുമുട്ടി. ചില കടകളിൽ മരുന്നിന്റെ വില കൂടുകയും ചില കടകളിൽ വില കുറയുകയും ചെയ്തു. ആളുകളുടെ ശബ്ദം കാർമേഘങ്ങളെ കീറിമുറിക്കാൻ പര്യാപ്തമായിരുന്നു. വസന്തവിഹാർ എന്ന ആ കടയ്ക്കുള്ളിൽ മരുന്ന് വിൽക്കുന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. കടയുടെ പുറത്ത് മരുന്നിനെ കുറിച്ച് തർക്കിക്കുന്നവരെ നോക്കി അയാൾ പുഞ്ചിരിച്ചു. മറ്റ് കടകളെ അപേക്ഷിച്ച് തന്റെ കടയിൽ തിരക്ക് കൂടുതലാണെന്നതിൽ അയാൾ അഭിമാനിച്ചു. ചന്തയിലെ കടകളുടെ പിന്നിൽ ഒരു വലിയ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ അങ്ങാടിയിലേക്ക് നോക്കി ഒരാൾ നിൽക്കുന്നുണ്ട്. കടക രാജവംശത്തിന്റെ അങ്ങാടിയുടെ സൂക്ഷിപ്പുകാരനായിരുന്നു അയാൾ. ആധവൻ എന്നാണ് അയാളുടെ പേര്. ചന്തയിലെ ബഹളം നോക്കി രസിക്കുമ്പോൾ ആധവന്റെ തടിച്ച മുഖത്ത് ഒരു സന്തോഷമുണ്ടായിരുന്നു. കാറ്റിൽ പറന്ന മുടി കൈകൾ കൊണ്ട് ശരിയായി ഒതുക്കി അയാൾ ചന്തയിലെ കാഴ്ചകൾ കണ്ട് രസിച്ചുകൊണ്ടിരുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് ചുരുൾ ഗുളികകൾ എല്ലാ കടകളിലും വിറ്റഴിച്ചത് എന്നതായിരുന്നു അയാളുടെ സന്തോഷത്തിന് കാരണം. അതുവരെ 100 സ്വർണ്ണ നാണയങ്ങൾക്ക് വിറ്റിരുന്ന മരുന്ന് പെട്ടി 300 സ്വർണ്ണ നാണയങ്ങൾക്ക് വിൽക്കാൻ തുടങ്ങി. ഈ വിലക്കയറ്റം കേട്ട് ആദ്യം യോദ്ധാക്കൾ ദേഷ്യപ്പെട്ടു. ആദ്യം നിങ്ങൾ 100 സ്വർണ്ണ നാണയത്തിന് വിറ്റിരുന്ന മരുന്നുകൾക്ക് എന്തിനാണ് പെട്ടെന്ന് ഇത്രയും കൂടുതൽ വില ഉയർത്താൻ കാരണം? എന്താണ്? എങ്ങനെയാണ് മരുന്നിന്റെ വില ഒറ്റ ദിവസം കൊണ്ട് ഈ നിലയിലേക്ക് ഉയരുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കച്ചവടക്കാർക്ക് നേരെ ഉയർത്തിക്കൊണ്ട് ചിലർ പ്രതിഷേധിച്ചു. നോക്കൂ, രാജകൊട്ടാരത്തിൽ നിന്നുള്ള കൽപ്പനയാണിത്. ഈ വിലയ്ക്ക് മരുന്ന് വിറ്റാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ കൊട്ടാരത്തിൽ പോയി അവിടെ ഉള്ളവരോട് സംസാരിക്കൂ. ഈ ചന്തയുടെ ഉടമയായ ആധവൻ അയ്യനോട് സംസാരിക്കൂ. ഇവിടെ വന്ന് ഞങ്ങളുടെ ജീവൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? മരുന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ സ്ഥലം ഒഴിവാക്കി തരൂ. മരുന്ന് വാങ്ങാനായി ധാരാളം പേർ കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ കച്ചവടം നശിപ്പിക്കരുത്, കടയുടമ നിസ്സംഗതയോടെ പറഞ്ഞു. ഇത് കേട്ട് ഉപഭോക്താക്കൾ സ്തബ്ധനായി. അന്നേരം ആൾക്കൂട്ടത്തിൽ അവസാനമായി നിന്ന ചിലർ പറഞ്ഞു, സഹോദരാ, ഞങ്ങളെല്ലാവരും പടയാളികളാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മരുന്ന് വേണം സഹോദര. ഈ മരുന്ന് ഇത്രയും വിലക്കുറവിൽ വേറെ എവിടെ നിന്നും കിട്ടില്ല. അയാൾ പറഞ്ഞത് ശരിയായിരുന്നു. ഈ മരുന്ന് വേറെ ഒരു ചന്തയിലും കിട്ടാത്തതിനാൽ അപമാനങ്ങൾ സഹിച്ച് അവർ പറഞ്ഞ വിലയ്ക്ക് ചുരുൾ ഗുളിക പെട്ടികൾ വാങ്ങുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. തങ്ങൾ ചതിക്കപ്പെടുകയാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. വേറെ മാർഗമില്ലാതെ അവർ അത് വാങ്ങി. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള യുദ്ധവിദഗ്ധർക്ക് മരുന്ന് വാങ്ങാതെ നിർവാഹമില്ലായിരുന്നു. ആദവൻ ഒരു പുഞ്ചിരിയോടെ 2ാം നിലയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ആസ്വദിച്ചു കൊണ്ടിരുന്നു. അവന്റെ ചുണ്ടിൽ ഏതോ ഒരു പാട്ട് തത്തിക്കളിച്ചു. അയാളുടെ മുഖം അടക്കാനാവാത്ത സന്തോഷം കൊണ്ട് തിളങ്ങി. സൂര്യപ്രകാശം അവന്റെ കണ്ണുകളെ മിഴിച്ചു. അവൻ അവന്റെ തല ഉയർത്തി സൂര്യന്റെ കിരണങ്ങളിൽ നിന്ന് കണ്ണുകളെ രക്ഷിക്കാൻ ശ്രമിച്ചു. നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് അവൻ ചിന്തിച്ചു, ഇതുപോലെ തിരക്കെപ്പോഴും ഉണ്ടാവുന്നത് നല്ലതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ചന്തയുടെ പ്രധാന കവാടത്തിലേക്ക് പതിഞ്ഞു. അവിടെ ഒരു ചെറിയ കലാപം നടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അത് കണ്ട ആധവൻ ദേഷ്യത്തോടെ പറഞ്ഞു, വീണ്ടും വഴക്ക് തുടങ്ങിയോ? എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാകില്ല. എത്ര വട്ടം പറഞ്ഞതാണ്? അവർ വഴക്കിടുമ്പോൾ ഇവിടത്തെ സാധനങ്ങൾക്കെല്ലാം നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ നഷ്ടം ആര് സഹിക്കും? ഇവർക്കൊക്കെ ബോധം എന്ന് വരും. വഴക്ക് നിർത്താൻ ചില കാവൽക്കാരോട് ആധവൻ ആജ്ഞാപിച്ചു. അപ്പോൾ താഴെ നിന്ന് ഒരാളുടെ ശബ്ദം ഉച്ചത്തിൽ കേട്ടു, എല്ലാവരും കേൾക്കൂ, ശ്രദ്ധയോടെ കേൾക്കൂ. താരകേയ രാജവംശവും അവരുടെ വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. അയാൾ അലറി. ഈ ശബ്ദം കേട്ട് ആധവന്റെ നെറ്റിയിൽ ഒരു തരിപ്പ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവൻ സ്വയം സമാധാനിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? പേടിക്കേണ്ട കാര്യമില്ല. താരകേയ രാജവംശം പരിഭ്രാന്തരാകുകയാണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവർ തീയോട് കളിക്കുകയാണ്. മരുന്നിന് മാത്രമായ ആളുകൾ അങ്ങോട്ട് പോകുമോ? അവരുടെ ചന്തയിലെ കടകളെല്ലാം കാലിയാണ്. അവൻ വീണ്ടും ചന്ത വീക്ഷിക്കുന്നത് തുടർന്നു. പക്ഷേ അതുവരെ തിരക്കിലായിരുന്ന ചന്ത ആ മനുഷ്യന്റെ ശബ്ദം കേട്ട് ഒരു നിമിഷം നിന്നു. നിശബ്ദരായി നിന്നവരെല്ലാം പരസ്പരം നോക്കാൻ തുടങ്ങി. കടയുടെ മുന്നിലെ നിരയിൽ നിന്ന ആരോ പറഞ്ഞു, നല്ല തമാശ. നോക്കൂ സഹോദര, നിങ്ങളുടെ തന്ത്രം എനിക്ക് നന്നായി മനസ്സിലാകും. മരുന്ന് വാങ്ങാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്?
ഇത് കേട്ട് ഇവിടെ നിന്നും ആളുകൾ പോയാൽ തിരക്ക് കുറയും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ചുരുൾ ഗുളിക വാങ്ങാം. ഇതല്ലേ അനിയന്റെ തന്ത്രം? ഇതിലൊന്നും വിടുന്നവനല്ല ഈ ഞാൻ. ആർക്കും എന്നെ വഞ്ചിക്കാൻ കഴിയില്ല, അദ്ദേഹം പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് മറ്റുള്ളവർ പതിവ് പോലെ ഓടാൻ തുടങ്ങി. ചന്തയിൽ വീണ്ടും ബഹളം നിറഞ്ഞു. എന്നാൽ നിരയിൽ നിന്ന അവസാനത്തെ ചിലർ ക്ഷമ നശിച്ച് താരകേയ രാജവംശത്തിന്റെ ചന്ത സന്ദർശിച്ചാൽ എങ്ങനെയിരിക്കും എന്നാലോചിച്ച് കടകവംശരുടെ ചന്ത വിട്ട് താരകേയ വംശരുടെ ചന്തയിലേക്ക് പോയി. രണ്ടാം നിലയിൽ നിന്നുകൊണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ചിലർ മറയുന്നത് ആദവൻ ശ്രദ്ധിച്ചില്ല. ചിലർ അവിടെ നിന്നും താരകേയ രാജവംശത്തിന്റെ ചന്തകളിലേക്ക് പോവുകയാണോ എന്ന് ഊഹിക്കാൻ പറ്റാത്ത വിധം അങ്ങാടിയിൽ തിരക്കുണ്ടായിരുന്നു. ആദവന്റെ മുഖത്ത് ഒരു പൈശാചിക ചിരി വിടർന്നു. താരകേയ രാജവംശം ചന്തയിൽ മരുന്ന് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തു മാറാനാണ്? ആർക്ക് വേണമെങ്കിലും എന്തും പറയാം. എന്നാൽ അവർ പറയുന്നത് പോലെ നടക്കണമെന്നില്ലല്ലോ. അവിടെ നടക്കുന്നത് എന്താണെന്ന് നോക്കാൻ ഞാനും പോകും. ഏതായാലും അവരുടെ നഷ്ടം നികത്താൻ അവർ ഉണ്ടാക്കാൻ പോകുന്ന മരുന്നിന്റെ ആയുസ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. അതിനുശേഷം താരകേയ രാജവംശം ഇവിടെ ഉണ്ടായിരുന്നതിന്റെ അടയാളം പോലും അവശേഷിപ്പിക്കാതെ ആ വംശം അപ്രത്യക്ഷമാകും. ഈ പാഞ്ചാല നഗരത്തിൽ ഇനി ശക്തനായ ഒരു രാജവംശം മാത്രം. അതാണ് നമ്മുടെ കടക രാജവംശം. അതിനപ്പുറം എല്ലാവരെയും ഭരിക്കാൻ പോകുന്നത് നമ്മളാണ്, ആദവൻ അഭിമാനത്തോടെ പറഞ്ഞു. അതിനുശേഷം ആദവൻ വീണ്ടും വിപണിയുടെ ചലനങ്ങൾ നിരീക്ഷിച്ചു തുടങ്ങി. അരമണിക്കൂറിന് ശേഷം നല്ല ദൃഢഗാത്രരായ യോദ്ധാക്കൾ പ്രധാന കവാടം തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. അവർ തിരക്കേറിയ ചന്തയുടെ നടുവിലെത്തി. അപ്പോൾ അതിൽ നിന്ന് ഒരു യോദ്ധാവ് ഒരു പച്ചക്കുപ്പി വായുവിൽ ഉയർത്തിപ്പിടിച്ചു. മാന്യ മഹാജനങ്ങളെ, എല്ലാവരും ഒരു നിമിഷം ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ കയ്യിലേക്ക് നോക്കൂ. താരകേയ രാജവംശത്തിന്റെ വിപണിയിൽ നിന്ന് ലഭിച്ച ശക്തിവർദ്ധക പാനീയമാണിത്. ഈ പാനീയം ഇവിടെ ലഭിക്കുന്ന ഗുളികകളെക്കാൾ ശക്തിയുള്ളതാണ്. ചന്തയിൽ തിങ്ങിക്കൂടിയ ജനങ്ങളെല്ലാവരും സംസാരം നിർത്തി മിണ്ടാതെ ആ യോദ്ധാവിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. ചന്തയിലുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവാതെ എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അരയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കഠാര എടുത്ത് ആ യോദ്ധാവ് തന്റെ കൈ കീറി ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. കയ്യിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങി. അങ്ങാടിയിൽ ഉണ്ടായിരുന്നവരെല്ലാം ഇത് കണ്ട് ഞെട്ടി. എല്ലാവരും അവനെ നോക്കി പരിഭ്രാന്തരായി. അവൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. മരുന്ന് അവന്റെ കയ്യിൽ പടർന്നപ്പോൾ കയ്യിലെ മുറിവ് മെല്ലെ ഉണങ്ങാൻ തുടങ്ങി. ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അവന്റെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങി. കയ്യിൽ ഒലിച്ചിറങ്ങുന്ന ചോര പോലും പെട്ടെന്ന് വറ്റി. ഇത് കണ്ടവരെല്ലാം ഞെട്ടി. അവരെല്ലാം അത്ഭുതത്തോടെ ആ മരുന്ന് കുപ്പിയിലേക്ക് നോക്കി. നോക്കൂ ജനങ്ങളെ, ഈ ശക്തിയുള്ള മരുന്ന് നോക്കൂ. താരകേയ രാജവംശത്തിന്റെ വിപണിയിൽ വിൽക്കുന്ന പുതിയ മരുന്നാണിത്. രക്തസ്രാവം തടയാൻ ഇതിന് ശക്തിയുണ്ട്. എത്ര വലിയ മുറിവുകൾ പോലും ഉണക്കാൻ ഇതിന് കഴിയും. സന്തോഷകരമായ മറ്റൊരു കാര്യം, ഈ മരുന്ന് വളരെ ലാഭകരവുമാണ്. നമ്മുടെ വിപണിയിൽ ലഭ്യമായ ചുരുൾ ഗുളികകളെക്കാൾ വളരെ കുറവാണ് ഇതിന്റെ വില. അവർ ചുരുൾ ഗുളികയുടെ പകുതി വിലയ്ക്ക് ഈ മരുന്ന് നൽകുന്നു. അധ്യായം 46. താരകേയ രാജവംശത്തിന്റെ ചന്ത വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇത്തവണ ചന്ത തുറന്നിരിക്കുന്നത് ഒരു അത്ഭുത ഔഷധവുമായാണ്. ശക്തിവർദ്ധക പാനീയം. ഈ പാനീയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രതീകാത്മകമായ രീതിയിൽ ഒരു യോദ്ധാവ് കടകരാജവംശരുടെ ചന്തയിൽ വന്ന് കാണിച്ചു. പാഞ്ചാല ദേശ ജനത ഈ കാഴ്ച കണ്ട് അമ്പരന്നു. ഇനിയും ഇവിടെ നിന്ന് വഞ്ചിതരാകരുത് നിങ്ങൾ. നിങ്ങളുടെ കയ്യിലുള്ള അവസാനത്തെ നാണയവും കൊള്ളയടിക്കാൻ നിൽക്കുന്നവരാണ് ഈ കടകവംശർ, ആ യോദ്ധാവ് പറഞ്ഞു. ചന്തയിൽ തടിച്ചുകൂടിയിരുന്നവരെല്ലാം പ്രധാന കവാടത്തിലൂടെ പുറത്തിറങ്ങാൻ തുടങ്ങി. ജനങ്ങളുടെ കാലടിയുടെ പ്രകമ്പനം മൂലം ഇരുനില കെട്ടിടം പോലും ചെറുതായി കുലുങ്ങി തുടങ്ങി. ചന്തയ്ക്ക് പുറത്ത് ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒരു കൂട്ടം ഉയരം കൂടിയ പോരാളികൾ നടന്നു വരുന്നു. അവരുടെ കൂട്ടത്തിൽ കയ്യിൽ വെട്ടേറ്റ യോദ്ധാവ് മറ്റുള്ളവർക്ക് മരുന്നിന്റെ ഫലം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പുറകെ വന്ന പോരാളി യോദ്ധാവിന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. താരകേയ രാജവംശത്തിന്റെ ചിഹ്നം അവന്റെ നെഞ്ചിൽ കൊത്തിവെച്ചിരുന്നു. അതിൽ നിന്നും വ്യക്തമായിരുന്നു അവൻ താരകേയ രാജവംശത്തിലെ യോദ്ധാവാണെന്ന്. നിമിഷങ്ങൾക്കകം കടകവംശരുടെ വിപണി ഏറെക്കുറെ ശൂന്യമായി. കുറച്ച് കച്ചവടക്കാർ മാത്രം അവിടെ അവശേഷിച്ചു. എന്തുകൊണ്ടാണ് ഈ സ്ഥലം പെട്ടെന്ന് ശൂന്യമായതെന്ന് അവർ ചിന്തിച്ചു. താരകേയ വംശം അവസാനം
കടകവംശവുമായുള്ള മരുന്ന് യുദ്ധത്തിൽ പ്രവേശിച്ചു. അല്പനിമിഷം മുമ്പ് വരെ ജനനിബിഡമായിരുന്ന ചന്ത ഇപ്പോൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി. എങ്ങും നിശബ്ദത മാത്രം. അവിടെ ശേഷിച്ചിരുന്ന കച്ചവടക്കാർ കാലിയായ തെരുവുകളെ വിഷമത്തോടെ നോക്കി. പിന്നീട് ക്ഷീണത്തോടെ രണ്ടാമത്തെ നിലയിൽ നിന്നിരുന്ന ആധവനെ നോക്കി. അല്പം മുൻപ് വിപണിയിൽ കൂടിയിരുന്ന ജനങ്ങളെ അഭിമാനത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ആധവൻ ഇപ്പോൾ ഭയന്ന് നടുങ്ങുന്നത് കച്ചവടക്കാർ ശ്രദ്ധിച്ചു. അതേസമയം കടകവംശത്തിന്റെ മറ്റു വിപണികളിലും ഇതേ ഗതി തന്നെ ആയിരുന്നു. ഈ കാര്യം കടകവംശത്തിന്റെ നേതാവ് അംഗശീലന്റെ കാതുകളിലും എത്തി. വിവരമറിഞ്ഞ അംഗശീലൻ അടിയന്തിരമായി ആലോചനാ യോഗം വിളിച്ചു. പ്രധാനപ്പെട്ട സഭാംഗങ്ങൾ എല്ലാവരും അവിടെ കൂടിയിരുന്നു. അവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ ആദവനും ഉണ്ടായിരുന്നു. ആ സദസ്സിന്റെ ഒരു മൂലയിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. അയാൾ കാണാൻ സുമുഖനായിരുന്നു. എന്നാൽ അവന്റെ നോട്ടം അവന് സ്ത്രീകളുടെ മീതെയുള്ള ഇച്ഛയെ വ്യക്തമാക്കി വെളിപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു. അവൻ അവിടെയും തന്റെ ദുസ്വഭാവം കാണിച്ചുകൊണ്ടിരുന്നു. അയാളുടെ കൈ അരികിൽ നിന്നിരുന്ന ദാസിപ്പെണ്ണിന്റെ ദേഹത്തായിരുന്നു. ഈ കാഴ്ച ശീലമായതിനാൽ മറ്റുള്ളവർ ആരും തന്നെ ഈ പ്രവൃത്തി കണ്ടിട്ടും പ്രതികരിച്ചിരുന്നില്ല. ദാസി പെൺകുട്ടിയുടെ കണ്ണുകൾ സഹായത്തിനായി ഏവരെയും നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആരും അവളെ സഹായിച്ചില്ല. നിസ്സഹായായ അവൾ തല കുമ്പിട്ട് നിന്നു. ആലോചനായോഗം നടക്കുന്ന അറയുടെ നടുവിലായി ഒരു മേശ ഉണ്ടായിരുന്നു. ആ മേശയുടെ മുകളിൽ ഒരു പച്ച നിറത്തിലുള്ള കുപ്പി വെച്ചിരുന്നു. ആ കുപ്പിയിലെ മരുന്നിന്റെ ഗന്ധം കാറ്റിൽ പരന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം കടകവംശ തലവൻ അംഗശീലൻ സംസാരിച്ചു തുടങ്ങി. താരകേയ വംശത്തിന്റെ പുതിയ മരുന്ന്, രക്തപ്രവാഹം നിർത്തുന്ന ആ മരുന്നാണോ ഇത്? അംഗശീലൻ മേശമേൽ വെച്ച കുപ്പി നോക്കി ചോദിച്ചു. താരകേയ വംശജർ ഇന്നാണ് ഈ മരുന്ന് വിപണിയിൽ ഇറക്കിയത്. ആ സമയം മുതൽ നമ്മുടെ ചന്ത നഷ്ടത്തിലായിരിക്കുകയാണ്. അത് കേട്ട വെള്ളവസ്ത്രധാരി ചോദിച്ചു. അതെ, എന്നാൽ എനിക്കൊരു സംശയം. ഈ താരകേയ വംശർക്ക് ഔഷധം നിർമ്മിക്കാൻ അറിയുമോ? താരകേയ വംശത്തിൽ വൈദ്യരുണ്ടോ? ഇത് കേട്ട് ഏതോ ആലോചനയിൽ മുഴുകി അംഗശീലൻ. പെട്ടെന്ന് എന്തോ ഒന്ന് ഓർമ്മ വന്ന അംഗശീലൻ പറഞ്ഞു തുടങ്ങി. താരകേയ വംശത്തിൽ വൈദ്യനില്ല. എന്നാൽ അടുത്തുള്ള ഒരു വൈദ്യന് താരകേയ വംശത്തെ സഹായിക്കാമല്ലോ. കഴിഞ്ഞ തവണ ചക്രാനന്തരേലശാലയിൽ പോയപ്പോൾ അവിടെ വെച്ച് മുഖം മറച്ചൊരു വൈദ്യരെ കണ്ടിരുന്നു. ആരെങ്കിലും ഈ സംഭവം ഓർക്കുന്നുണ്ടോ? ഏവരും അംഗശീലൻ എന്താണ് പറയുന്നതെന്നറിയാനായി ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ആ വൈദ്യർ കൗതുകം ഉണർത്തുന്ന വേഷവിധാനത്തിലായിരുന്നു. അത്തരത്തിലൊരു വൈദ്യനെ ഈ പാഞ്ചാല ദേശത്തെങ്ങും ഞാൻ മുമ്പ് കണ്ടിരുന്നില്ല. ലേലശാലയിൽ വെച്ച് വൈദ്യരെ കണ്ടപ്പോൾ അയാൾ താരകേയ വംശത്തെ പുകഴ്ത്തി സംസാരിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും താരകേയ വംശത്തിന് വേണ്ടി മരുന്നുകൾ തയ്യാറാക്കി നൽകുന്നത് ആ മുഖം മറച്ച വൈദ്യൻ തന്നെയാവും. രക്തമൊഴുകുന്ന മരുന്ന് കണ്ടുപിടിച്ച വൈദ്യൻ അയാളാണെങ്കിൽ നമ്മൾ പെട്ടു. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടകവംശർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു സാധാരണ വൈദ്യനല്ല, 3-ാം നിലയിലുള്ള വൈദ്യരാണ്. അത് കേട്ടതും ഏവരും അമ്പരന്നു. പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇത് കേട്ടപ്പോൾ ആ വെളുത്ത വസ്ത്രം ധരിച്ച ആൾ ആശ്ചര്യത്തോടെ അംഗശീലനെ ശ്രദ്ധിച്ചു. അയാൾ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. മേശയിലിരിക്കുന്ന കുപ്പി കയ്യിലെടുത്ത് തികഞ്ഞ ഗൗരവത്തോടെ കുപ്പിയുടെ മൂടി തുറന്നു. വാസനിച്ചു. ശേഷം ഒരു തുള്ളി ഔഷധം കയ്യിലെടുത്തു. വിരലുകൾ കൊണ്ട് തൊട്ടു രുചിച്ചു നോക്കി. കണ്ണടച്ച് അല്പനേരം നിന്നു. ശേഷം ചിരിച്ചുകൊണ്ട് അംഗശീലനെ നോക്കി പറഞ്ഞു. 3-ാം നില വൈദ്യനാണ് അദ്ദേഹം എന്നല്ലേ രാജാവ് പറഞ്ഞത്? ഈ മരുന്ന് നമ്മുടെ ചുരുൾ ഗുളികകളെക്കാളും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ശക്തിവർദ്ധക പാനീയം എന്നെ പോലെ കുറഞ്ഞ നിലയിലുള്ള ഒരു വൈദ്യനാണ് തയ്യാറാക്കിയതെന്ന് എനിക്ക് ഉറപ്പു പറയാൻ കഴിയും. ഔഷധം നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലികകൾ വീര്യം കൂടിയതായതിനാൽ ഈ മരുന്നും വീര്യം കൂടിയതാണ്, അത്രമാത്രം അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിച്ചു. ഇത് കേട്ടതും അവിടെയുള്ള ഏവരും ദീർഘനിശ്വാസം വിട്ടു. കാരണം 3-ാം നിലയിലുള്ള ഒരു വൈദ്യനെ താരകീയ വംശത്തിൽ ലഭിച്ചാൽ അത് കടകവംശത്തെ വേരോടെ ഇല്ലാതാക്കാൻ പ്രാപ്തമാവുമെന്ന് അവർക്ക് ഏവർക്കും അറിയാം. വെളുത്ത വസ്ത്രധാരി സംസാരം തുടർന്നു. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഈ മരുന്ന് തയ്യാറാക്കിയ വൈദ്യൻ വൈദ്യലോകത്തെ തുടക്കക്കാരനാണ്. ഒരു പുതിയ വൈദ്യർ ആദ്യമായി ഉണ്ടാക്കിയ മരുന്നാണിത്. ഈ മരുന്നുണ്ടാക്കാനുള്ള രീതി ആ വൈദ്യർ എവിടെ നിന്ന് പഠിച്ചു എന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ.
കടകവംശത്തിലെ വൈദ്യർ പ്രഖ്യാപിച്ചു. ഈ സമയം സഭയ്ക്ക് പിന്നിൽ നിന്നും ഒരു ശബ്ദമുയർന്നു. സന്തോഷം വൈദ്യരെ, കുറച്ചു തുള്ളിമരുന്ന് കയ്യിലെടുത്തപ്പോൾ തന്നെ അങ്ങേക്ക് താരകേയ വംശത്തിലെ പുതിയ വൈദ്യരുടെ ജാതകം പോലും പറയാൻ സാധിച്ചു. അവിടുന്ന് മഹാനായ വൈദ്യൻ തന്നെയാണ്. അങ്ങയെപ്പോലൊരു വൈദ്യരെ ഈ കടക രാജവംശത്തിന് കിട്ടിയത് തന്നെ മഹാഭാഗ്യമാണ്. സന്തോഷാധികൃത്താൽ സംസാരിച്ചത് വിക്രമാർജുനനായിരുന്നു. കുമാരൻ കടകവംശത്തിലെ വൈദ്യരുടെ മുഖസ്തുതി പറയുകയാണെന്ന് ആർക്കും മനസ്സിലാകുമായിരുന്നു. ഏയ്, അങ്ങനെയൊന്നുമല്ല കുമാര, ഇത് എന്റെ കഴിവൊന്നുമല്ല. ഏതൊരു വൈദ്യനും ഇതൊക്കെ പറയാൻ സാധിക്കും. വൈദ്യർ ആദിശേഷൻ വിനയത്തോടെ പറഞ്ഞു. ആദിശേഷൻ പറഞ്ഞു നിർത്തിയതിന്റെ തുടർച്ച എന്ന വണ്ണം അംഗശീലൻ സംസാരം തുടർന്നു. ചുരുൾ ഗുളികകൾ അത്ര ശ്രേഷ്ഠമായ മരുന്നൊന്നുമല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. താരകവംശത്തിലെ ശക്തിവർദ്ധക പാനീയവും ചുരുൾ ഗുളികയുമായി വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ചന്തയിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകാൻ കാരണം ശക്തിവർദ്ധക മരുന്നിന്റെ സവിശേഷത ഒന്നുമല്ല. നമ്മൾ മരുന്നിന്റെ വില അന്യായമായി ഉയർത്തിയതാണ്. വീണ്ടും ചുരുൾ ഗുളികകളുടെ വില കുറച്ചാൽ മുമ്പത്തെ പോലെ ചന്ത വീണ്ടും ജനസമുദ്രമാകും. ഇത് കേട്ട ആദിശേഷൻ പെട്ടെന്ന്, മരുന്നിന്റെ വില കുറയ്ക്കാനോ എന്ന് ചോദിച്ചു. മരുന്ന് അധിക വിലയ്ക്ക് വിറ്റ് കൂടുതൽ ലാഭം നേടണമെന്നായിരുന്നു വൈദ്യന്റെ മനസ്സിലെ ചിന്ത മുഴുവൻ. മരുന്നിന്റെ വില കുറയ്ക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ആദിശേഷന്റെ ചോദ്യം കേട്ട് അംഗശീലൻ മനസ്സിൽ പറഞ്ഞു, മണ്ടൻ, മരമണ്ടൻ, എത്ര വലിയ പ്രശ്നത്തിലൂടെയാണ് രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വല്ല ബോധവും ഈ അത്യാർത്ഥിക്കാരനുണ്ടോ? ഈ പ്രശ്നങ്ങൾക്കിടയിലും ആദിശേഷൻ അവന്റെ ലാഭത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അനിഷ്ടം പുറത്തു കാണിക്കാതെ അംഗശീലൻ ഇരിപ്പിടത്തിൽ അമർന്നിരുന്നു. നിങ്ങൾ വില കൂട്ടുകയോ വില കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം. എന്റെ വില 300 സ്വർണ്ണ നാണയങ്ങൾ, ഒരു കുപ്പിക്ക് വീതം എനിക്ക് കിട്ടിയിരിക്കണം, ആദിശേഷൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അംഗശീലന് ദേഷ്യം വന്നു. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ചന്തയിലെ അവസ്ഥ മുമ്പുള്ള പോലെ അല്ല, എല്ലാം തകിടം മറിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് അവിടുന്ന് കുറച്ചു ദിവസം ഒന്ന് ക്ഷമിക്കണം. എല്ലാം എത്രയും പെട്ടെന്ന് ശരിയാകും. നമുക്ക് വീണ്ടും വില ഉയർത്താം. അംഗശീലൻ ആദിശേഷനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. താല്പര്യമില്ലെങ്കിലും വേറെ നിർവാഹമില്ലാതെ അംഗശീലൻ പറഞ്ഞത് ആദിശേഷൻ സമ്മതിച്ചു. അയാൾ ഇരിപ്പിടത്തിൽ പോയിരുന്നു. പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ അംഗശീലൻ തുടർന്നു, വൈദ്യരെ, നമ്മുടെ കയ്യിലുള്ള ചുരുൾ മരുന്നുകളുടെ എണ്ണം കുറഞ്ഞു. എത്രയും പെട്ടെന്ന് മരുന്ന് വീണ്ടും നിർമ്മിക്കണം. അതിനായി ചക്രാനന്ദലേലശാലയിലേക്ക് മൂലികകൾ കൊണ്ടുവരാനായി ആളുകളെ അയച്ചിട്ടുണ്ട്. മൂലികകൾ ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മരുന്ന് നിർമ്മാണം പുനരാരംഭിക്കണം. ഇത് കേട്ട് ആദിശേഷന്റെ മുഖത്ത് അതൃപ്തി നിറഞ്ഞു. ഇത് കണ്ട അംഗശീലൻ പറഞ്ഞു, വൈദ്യരെ, വിഷമിക്കാതെ. അങ്ങേക്ക് വേലഭാരം തോന്നാത്ത വിധം മരുന്ന് നിർമ്മാണം തുടരാനായി സമ്മാനമായി 2 ദാസിമാരെ കൂടെ അയക്കുന്നതായിരിക്കും. അത് കേട്ടപ്പോൾ ആദിശീലന്റെ കണ്ണുകൾ തിളങ്ങി. ഒരുപാട് നന്ദി രാജാവേ. ഞാൻ പോയി ഗുളികകൾ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. ചുരുൾ ഗുളികകളെ കുറിച്ചോർത്ത് അങ്ങ് വ്യാകുലപ്പെടേണ്ട. വേണ്ട വിധത്തിൽ ഞാനത് തയ്യാറാക്കിക്കൊള്ളാം. പിന്നെ സമ്മാനത്തിന് പ്രത്യേക നന്ദി. എന്തൊരു മനുഷ്യനാണിവൻ, വെറുപ്പോടെ അംഗശീലൻ മനസ്സിൽ പറഞ്ഞു. ഇവൻ വൈദ്യനായി പോയി, മറ്റൊരു നിർവാഹവുമില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവനൊന്നും എന്റെ മുൻപിൽ വെച്ച് ഇത്തരത്തിൽ സംസാരിക്കുകയില്ല. ദേഷ്യത്തോടെ അംഗശീലൻ മുഷ്ടി ചുരുട്ടി പല്ലുറുമി. പെട്ടെന്നൊരു കാവൽക്കാരൻ രാജധാനിയിലേക്ക് പ്രവേശിച്ചു. അംഗശീലന്റെ അരികിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ടതും അംഗശീലന്റെ മുഖം വലിഞ്ഞു മുറുകി. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വസ്തു താഴെ വീണ് പൊട്ടിച്ചിതറി. വർദ്ധിച്ച കോപത്തോടെ ഇരിപ്പിടത്തിൽ നിന്നും അദ്ദേഹം ചാടി എഴുന്നേറ്റ് അലറി വിളിച്ചു, ചക്രാനന്ദലേലശാലയ്ക്ക് ഇത്ര ധൈര്യമോ? കടകവംശജരോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു? നിഷ്പക്ഷരാണ് അവർ എന്ന് പറഞ്ഞു നടക്കുന്നത് വെറും പാഴ്വാക്കായിരുന്നോ? അംഗശീലൻ കോപം കൊണ്ട് ജ്വലിച്ചു. ചക്രാനന്ദലേലശാല കടകവംശജരോട് എന്താണ് ചെയ്തതെന്ന് മനസ്സിലാകാതെ ഏവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പാഞ്ചാല നഗരത്തിലെ മറ്റൊരിടത്ത് മഹാരാജാവ് അരുണേന്ദ്രനും മറ്റു രാജ്യസഭാംഗങ്ങളും കൂടി ആലോചനാ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അരുണേന്ദ്രന്റെ മുഖത്ത് ആശ്വാസത്തിന്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് ഈ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഏവർക്കും നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ താരകേയ വംശം നേരിട്ട പ്രതിസന്ധിക്ക് വിരാമമായിരിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നമ്മുടെ വിപണിയിൽ
ഇതുവരെയും ഇല്ലാത്ത അത്രയും ജനക്കൂട്ടം ഇരമ്പി മറിയുകയായിരുന്നു. ഇതിന് കാരണം നമ്മുടെ വിപണിയിൽ വിൽക്കുന്ന പുതിയ മരുന്നാണ്. ഇതുവരെ കിട്ടാത്ത അത്ര ലാഭമാണ് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് കച്ചവടത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് മുഖമില്ലാത്ത ആ വൈദ്യനോടാണ്. ലോകാവസാനം വരെ ഈ താരകീയ വംശജർ ആ മുഖമില്ലാത്ത വൈദ്യരോട് കടപ്പെട്ടിരിക്കുന്നു. മഹാരാജാവ് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് താരകീയ വംശരെല്ലാം സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. തന്റെ രാജ്യം നേരിട്ട പ്രതിസന്ധി മറികടന്നതിൽ അവർ ഏറെ സന്തോഷിച്ചു. അവരേവരും ആ മുഖമില്ലാത്ത വൈദ്യരെ നന്ദിയോടെ സ്മരിച്ചു. ബന്ധുജനങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ അരുണേന്ദ്രന് വീണ്ടും ആനന്ദം തോന്നി. അദ്ദേഹം അമരേന്ദ്രനെ നോക്കി. അമരാ, ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് മറുപടി നൽകൂ. നീ എന്താണ് ആ മുഖമില്ലാത്ത വൈദ്യർ എന്നോട് സംസാരിക്കുന്ന വേളയിൽ ഒന്നും തന്നെ എനിക്കരികിൽ കുമാരൻ ഉണ്ടാവാതിരുന്നത്? പിതാവിന്റെ ചോദ്യം കേട്ടതും അമരന്റെ ഉള്ളിൽ ഒരു ആദി തോന്നി. തന്റെ പിതാവിന് സംശയം തോന്നിയോ എന്നൊരു വേള കുമാരന് ആശങ്ക തോന്നി. എങ്കിലും തന്റെ മനോവിചാരം പിതാവിനെ അറിയിക്കാതെ സാധാരണ നിലയിൽ അമരൻ മറുപടി പറഞ്ഞു. ഇതെന്ത് ചോദ്യമാണ് പിതാവേ? യാദൃച്ഛികമായി നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ചോദിച്ചാലോ? അമരൻ പറഞ്ഞു. ആ വൈദ്യൻ ഇപ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടി ഏറെ ബുദ്ധിമുട്ടി. ഇനി വീണ്ടും അദ്ദേഹത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. നമ്മളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിച്ചു കഴിഞ്ഞു. ഇതിനു മേലെയും നമ്മൾ അദ്ദേഹത്തെ ശല്യം ചെയ്യുക എന്നാൽ അതിനർത്ഥം നമ്മൾ അത്യാഗ്രഹികളാണെന്നാണ്. അത് നമ്മൾക്ക് നല്ലതല്ല. മഹാരാജാവ് സഭാംഗങ്ങളോട് പറഞ്ഞു. ഇതുപോലെ ചിന്തിക്കാൻ അരുണേന്ദ്രനെ പോലെ ഒരു ഭരണാധികാരിക്ക് മാത്രമേ കഴിയൂ. അദ്ദേഹം പറഞ്ഞത് കേട്ട് വരുണമിത്രൻ അമരനോട് പതിയെ പറഞ്ഞു. ഇത്രയും വലിയ ലാഭം കിട്ടിയിട്ടും അതിന്റെ പെരുമയിൽ വീണു പോകാതെ ആത്മനിയന്ത്രണത്തോടെ ഒരു മന്നന്റെ കർത്തവ്യത്തെക്കുറിച്ച് ബോധവാനായ ഇദ്ദേഹം ഒരു വംശം ഭരിക്കാൻ തീർത്തും യോഗ്യനാണ്. വരുണമിത്രന്റെ വാക്കുകൾ കേട്ട് അമരന്റെ ഹൃദയം നിറഞ്ഞു. 47. വരുണമിത്രൻ പിതാവിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ കേട്ട് അമരൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. താരകേയ വംശത്തിന്റെ സുവർണ കാലഘട്ടം തന്റെ പിതാവിന്റെ ഭരണകാലത്താണ്. അദ്ദേഹത്തോളം മനോഹരമായി ഈ പാഞ്ചാല നഗരം ഭരിക്കാൻ മറ്റാർക്കുമാകില്ല. അമരൻ മനസ്സിലോർത്തു. ഒരുപക്ഷെ ഈ രാജവംശത്തിന്റെ നേതാവ് ഒരു വഞ്ചകനായിരുന്നെങ്കിൽ വരുണമിത്രൻ സഹായിച്ചാൽ പോലും വിജയിക്കാനാവുമായിരുന്നില്ല. ആ സമയം ഒരു കാവൽക്കാരൻ അകത്തേക്ക് ഓടിവന്ന് അരുണേന്ദ്രനോട് പറഞ്ഞു. രാജാവേ, ചക്രാനന്ദ ലൈലശാലയുടെ റാണി വന്നിരിക്കുന്നു. ആഹാ, ദേവാംഗന വന്നിട്ടുണ്ടോ? നീ എത്രയും വേഗം അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരൂ, മഹാരാജാവ് പറഞ്ഞു. ഉടൻ തന്നെ കാവൽക്കാരൻ ധൃതിയിൽ പുറത്തേക്ക് പോയി. അതേസമയം ദേവാംഗനയുടെ വരവറിഞ്ഞ് ആലോചനാ യോഗത്തിലുണ്ടായിരുന്നവരെല്ലാം പെട്ടെന്ന് നിശബ്ദരായി. അവർ പരസ്പരം നോക്കിയിരിക്കുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് വാതിലിലൂടെ കടന്നു വന്നു. കൊള്ളാം, എല്ലാവരും വിജയം ആഘോഷിക്കുകയാവുമല്ലേ? അതിനാൽ ഞാൻ കൃത്യസമയത്ത് തന്നെയാണല്ലോ വന്നത്, ദേവാംഗന പറഞ്ഞു. അവളുടെ മധുര ശബ്ദവും വളകിലിങ്ങും പോലുള്ള ചിരിയും കണ്ട് സഭയിലുള്ള ഏവരും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. അമരൻ അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങി. അവൻ മാത്രമല്ല, അവിടെയുള്ള എല്ലാ പുരുഷന്മാരും അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു. അവൾ ഒരു ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അവളുടെ ഉടലഴക് വ്യക്തമാക്കുന്ന വസ്ത്രമായിരുന്നു അത്. വരൂ ദേവാംഗന, നീ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. വിജയാഘോഷം തന്നെയാണ്. എന്നാൽ നിങ്ങളെപ്പോലെ വിജയിച്ചില്ല. നിങ്ങളുടെ ലീലശാലയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ 1% പോലും ഞങ്ങൾക്ക് കിട്ടില്ല, അരുണേന്ദ്രൻ തമാശയായി പറഞ്ഞു. കളിയാക്കില്ലേ മഹാരാജൻ? നിങ്ങളെപ്പോലുള്ളവർ ഉള്ളതുകൊണ്ടാണ് ചക്രാനന്ദ ലൈലശാല നിലനിന്ന് പോകുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ചന്തയുടെ പേര് ഞങ്ങളുടെ ലീലശാലയേക്കാൾ വളരുകയാണ്, ദേവാംഗന പറഞ്ഞു. ഇതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി അവിടെയുള്ള എല്ലാവരോടും നമസ്കാരം പറഞ്ഞു. അവിടെ അമരനെ കണ്ടപ്പോൾ ദേവാംഗന ഒന്ന് ഞെട്ടി. ഞാൻ നിങ്ങളെ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ ഇപ്പോൾ നിങ്ങൾ ശക്തനാണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. ഈ ചെറിയ കാര്യത്തിന് അത്ഭുതപ്പെടാതിരിക്കൂ. ഇത് വെറും ആരംഭം മാത്രം. ഇനി എത്ര വലിയ കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്, ചിരിച്ചുകൊണ്ട് അമരൻ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? എങ്കിലും നടക്കട്ടെ, ദേവാംഗന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ശരി. ദേവാംഗന കൊട്ടാരം വെറുതെ സന്ദർശിക്കാൻ വന്നതാണോ, അതോ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം ഞങ്ങളെ അറിയിക്കാനുണ്ടോ, അരുണേന്ദ്രൻ ചോദിച്ചു. ദേവാംഗന വേഗത്തിൽ
അമരന്റെ അരികിലെ ഒഴിഞ്ഞ ഇരിപ്പിടത്തിലിരുന്നു. അതേ മഹാരാജൻ, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. കടക രാജവംശത്തിന് മരുന്നുണ്ടാക്കാനുള്ള മൂലികകൾ ചക്രാനന്ദ ലേലശാലയിൽ നിന്നും കുടിക്കില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ വിവരം നിങ്ങളോട് പറയാൻ വന്നതാണ് ഞാൻ. ദേവാംഗന ഇത് പറഞ്ഞപ്പോൾ മുറിയിൽ നിശബ്ദത തളങ്കിട്ടി നിന്നു. മനസ്സില്ലാ മനസ്സോടെ അരുണേന്ദ്രൻ അവളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളുടെ ലേലശാല പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? പെട്ടെന്ന് ഞങ്ങളോട് ഇത്ര സ്നേഹം കാണിക്കാൻ കാരണം എന്താണെന്ന് പറയാമോ? മഹാരാജന്റെ ചോദ്യത്തിന് ദേവാംഗന മറുപടി ഒന്നും പറയാതെ മിണ്ടാതെ നിന്നു. അവളുടെ മൗനം കണ്ടിട്ട് അരുണേന്ദ്രൻ സംസാരം തുടർന്നു. കാര്യം വ്യക്തമാക്കൂ. ഈ സഹായത്തിന് നിങ്ങൾ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു പാരിതോഷികവും സ്വീകരിക്കുകയുമില്ല, അവൾ പറഞ്ഞു. അത് കേട്ട് അവിടെ നിന്നവരെല്ലാം ഞെട്ടി. എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് അമരനല്ലാതെ അവിടെയുള്ള മറ്റാർക്കും അറിയില്ലായിരുന്നു. അരുണേന്ദ്രനും അമ്പരന്നു. പെട്ടെന്ന് മഹാരാജന്റെ മനസ്സിൽ ഒരു ചിന്ത ഉദിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് ചെറുതായി വർദ്ധിച്ചു. മുഖമില്ലാത്ത ആ വൈദ്യർ നിങ്ങളോടൊപ്പം ഈ തീരുമാനത്തിൽ പങ്കാളിയായിരുന്നോ? മഹാരാജാവ് ചോദിച്ചു. അതെ, ആ മുഖമില്ലാത്ത വൈദ്യർ കാരണമാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരുന്ന എല്ലാ സഹായത്തിനുമുള്ള വില അദ്ദേഹം ഞങ്ങൾക്ക് നൽകി. അതുകൊണ്ട് ഞങ്ങളുടെ ഈ തീരുമാനത്തിന് നിങ്ങൾ ഒരു വിലയും നൽകേണ്ടതില്ല. ഇനി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം, ദേവാംഗന പറഞ്ഞു. അരുണേന്ദ്രൻ ഇത് കേട്ട് സന്തോഷത്തിൽ ആറാടി. മഹാരാജാവ് അമരനോട് പറഞ്ഞു, അമര, നീ എന്താണ് നോക്കി നിൽക്കുന്നത്? വിശിഷ്ടാതിഥി വന്നിട്ട് അവരെ വേണ്ട പോലെ സൽക്കരിക്കേണ്ടേ? നീ പോയി അവർക്ക് കുടിക്കാൻ നല്ല ഇളനീര് കൊണ്ടുവരൂ. അമരൻ പിതാവിന്റെ വാക്കുകൾ മാനിച്ചു. ഉടനെ ഇളനീര് കൊണ്ടുവന്ന് ദേവാംഗനയ്ക്ക് കൊടുത്തു. അവൾ ഇളനീര് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അമരന്റെ കൈകളിൽ പതിഞ്ഞു. അവളുടെ മുഖത്തിന്റെ നിറം പെട്ടെന്ന് മാറി. അമരന്റെ വിരലിലെ ഒരു മോതിരം അവൾ ശ്രദ്ധിച്ചു. മുഖമില്ലാത്ത വൈദ്യരുടെ കയ്യിലും അവൾ കണ്ട അതേ മോതിരം. അതേസമയം ദേവാംഗന തന്റെ കയ്യിലെ മോതിരം ശ്രദ്ധിച്ചുവെന്ന് മനസ്സിലാക്കിയ അമരൻ പരിഭ്രമത്തോടെ തന്റെ കൈ പിൻവലിച്ചു. അവൻ വീണ്ടും തന്റെ ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു. അവന്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. പക്ഷേ ദേവാംഗന പിതാവിനോട് ഇതേക്കുറിച്ചൊന്നും പറയില്ല എന്ന പ്രതീക്ഷയിൽ അവൻ ശാന്തനായിരുന്നു. ദേവാംഗന ഒരു ഭാവഭേദവുമില്ലാതെ ഇളനീർ കുടിച്ചുകൊണ്ടിരുന്നു. ഇളനീർ കുടിച്ചു കഴിഞ്ഞ ശേഷം അവൾ ലേലശാലയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദേവാംഗന പറഞ്ഞു, എങ്കിൽ ഞാൻ പോകുന്നു മഹാരാജൻ. എനിക്ക് പോവാൻ സമയമായി. എല്ലാവരും എന്നെ ലേലശാലയിൽ കാത്തിരിക്കും. ദേവാംഗനയുടെ തീരുമാനം പോലെ നീ വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അമര, നീ ദേവാംഗനയെ കൊട്ടാര കവാടം വരെ അനുഗമിക്കൂ. പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് അമരൻ ഉടൻ എഴുന്നേറ്റ് അവളെ അനുഗമിച്ചു. അവളുടെ കണ്ണിൽ നിന്ന് മോതിരം മറച്ച് അമരൻ ദേവാംഗനയ്ക്കൊപ്പം നടന്നു. ആലോചന അറ കഴിയുന്നതുവരെ അവളോടവൻ ഒന്നും സംസാരിച്ചില്ല. ആ സമയം അവൾ ആലോചനയിൽ ആണ്ടു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചക്രാനന്ദ ലേലശാലയിൽ കയറിയിറങ്ങുന്ന ആ കറുത്ത വേഷധാരിയായ ആ മുഖമില്ലാത്ത വൈദ്യർ കടലാസ് വാങ്ങുമ്പോൾ അവൾ ശ്രദ്ധിച്ച അയാളുടെ കൈകൾ അത് തന്നെയല്ലേ അമരന്റെ കൈകളും? രണ്ടുപേരുടെയും കൈകൾ ഒരുപോലെ തോന്നുന്നത് യാദൃച്ഛികമായിരിക്കാം. എന്നാൽ മോതിരം ഒന്നായത് യാദൃച്ഛികമാകാൻ വഴിയില്ല. സംശയമില്ല, എന്റെ ഊഹം ശരിയാണ്, ദേവാംഗന ഉറപ്പിച്ചു. താരകീയ കുടുംബത്തെ സഹായിക്കാൻ മുഖമില്ലാത്ത വൈദ്യരെന്തിനാണ് ഇത്രത്തോളം താല്പര്യം കാണിക്കുന്നതെന്ന് ഞാൻ സംശയിച്ചു. എന്റെ സംശയം ശരിയായിരുന്നു. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. അത് എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് മാത്രം. അവൾ ചിന്തയോടെ ഒന്നും മിണ്ടാതെ അമരനൊപ്പം നടന്നു. പക്ഷേ അപ്പോഴും അവളുടെ സംശയങ്ങൾ പൂർണ്ണമായി ദൂരീകരിക്കപ്പെട്ടില്ല. സംശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചു. തനിക്കരികിലൂടെ നടന്നു വരുന്ന അമരനെ അവൾ ഒറ്റ കണ്ണുകൊണ്ട് നോക്കി. ഇത്രയും കാലം എന്നോടും ചിരഞ്ജീവ ഗുരുവിനോടും ഇടപഴകിയ ആ മഹാവൈദ്യൻ അമരനെ പോലെ ഒരു സാധാരണക്കാരനാകുമോ? അവൾ മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ചു കുഴങ്ങി. എത്ര ആലോചിച്ചിട്ടും ചില സംശയങ്ങൾക്കുള്ള ഉത്തരം അവൾക്ക് ലഭിച്ചില്ല. അവൾ ചിന്തയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് അമരൻ അവളോട് സംസാരിച്ചു. ഹേ ദേവാംഗന, നീ എന്താ ആലോചിക്കുന്നത്? ഞാനിപ്പോൾ ആർക്കൊപ്പമാണ് നടക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. താരകീയ രാജവംശത്തിന്റെ നേതാവായ അരുണേന്ദ്രപുത്രൻ അമരനൊപ്പമാണോ അതോ
ചക്രാനന്ദ ലേലശാലയിൽ കുറച്ചു മാസങ്ങളായി വരുന്ന ലേലശാലയിലെ നിയമങ്ങളെ പോലും നിയന്ത്രിക്കാൻ പ്രാപ്തനായ ഒരു മഹാനായ വൈദ്യനൊപ്പമാണോ ഞാൻ നടക്കുന്നതെന്ന് ആലോചിക്കുകയാണ്. അവൾ മറുപടി പറഞ്ഞു. അമരൻ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവന്റെ കവിളുകൾ ചുവന്നു തുടുത്തു. രണ്ടുപേരും ഒന്നും പറയാതെ കുറച്ചു ദൂരം നടന്നു. കൊട്ടാര കെട്ടിടം വിട്ട് കൊട്ടാര സമുച്ചയത്തിലേക്ക് നടന്നു. മനോഹരമായ മരങ്ങളും പൂക്കളും നിറഞ്ഞ ആ സ്ഥലം ഒരു പർദീസ പോലെയായിരുന്നു. പക്ഷേ അത് ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഇരുവരും. അമരൻ വേഗം ഓടി അടുത്തുള്ള മരത്തിന്റെ ചുവട്ടിൽ വെച്ചിരുന്ന നീളമുള്ള വടിയിലിരുന്നു. ദേവാംഗന അവന്റെ അടുത്ത് വന്ന് അവന്റെ മുന്നിൽ നിന്നു. അവൻ പതിയെ തല ഉയർത്തി ദേവാംഗനയെ നോക്കി പറഞ്ഞു, അവസാനം എന്നെ കണ്ടുപിടിച്ചു. അത് നിങ്ങളാണോ കുമാര? അത് നിങ്ങളായിരിക്കുമോ എന്നൊരു സംശയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്റെ സംശയം വ്യക്തമാക്കി തന്നു, അവൾ പറഞ്ഞു. ഇത് കേട്ട് അമരൻ തിരിഞ്ഞു നോക്കി. മറ്റാരെങ്കിലും തങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചുറ്റും ശ്രദ്ധിച്ചു. ദേവാംഗന ഈ പ്രവൃത്തി കണ്ട് അല്പം ഭയന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നത്? സത്യമറിഞ്ഞ എന്നെ നീ കൊല്ലുമോ? അവൾ ഭയത്തോടെ ചോദിച്ചു. ചിച്ച്, വേണ്ട. നിന്നെ കൊല്ലുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കുഴിച്ചിടാൻ ഒരിടം കണ്ടെത്തും, അവൻ തമാശയായി പറഞ്ഞു. അവൾ പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ ഞാൻ മഹാരാജാവിനെ ഈ വിവരം അറിയിക്കാം. അത്തരത്തിലൊരു തീരുമാനം എടുക്കരുത്. ഒരു നിമിഷം ഒന്നിവിടെ വന്നിരിക്കൂ, അവൻ പറഞ്ഞു. അവൾ അല്പം മടിച്ചു. വാ, ഞാൻ പറയാം. അവൻ അവളെ ബലമായി തന്റെ അടുത്തിരുത്തി. നിനക്കിപ്പോൾ എന്താണ് അറിയേണ്ടത്? കറുത്ത വസ്ത്രം ധരിച്ച മുഖം മറച്ച നിന്റെ ലേലശാലയിൽ വന്ന മുഖമില്ലാത്ത വൈദ്യർ ആരാണെന്നറിയണം. അതല്ലേ നിന്റെ ആവശ്യം? അത് ഞാൻ തന്നെയാണ്. ഇപ്പോൾ നിന്റെ സംശയം മാറിയോ? അമരൻ പറഞ്ഞു. ഇല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ആ വൈദ്യരാകാൻ കഴിയില്ല. നിങ്ങൾക്കും അവനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്, അതുറപ്പാണ്. കാരണം അവന്റെ ശബ്ദം വ്യത്യസ്തമാണ്. തീർച്ചയായും ഇത് നിങ്ങളുടെ ശബ്ദമല്ല. പിന്നെ നിങ്ങളൊരു വൈദ്യർ പോലുമല്ല. മരുന്ന് തയ്യാറാക്കാൻ പോലും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തീർച്ചയായും ആ വൈദ്യർ അല്ല, അവൾ പറഞ്ഞു. അമരന് നല്ല ശരീരബലമുണ്ടെങ്കിലും അമൃതധാരാപാനീയം പോലെയുള്ള വീര്യമുള്ള ഔഷധക്കൂട്ടുകൾ തയ്യാറാക്കാൻ കഴിയില്ലെന്ന് ദേവാംഗനയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അതിനാൽ യഥാർത്ഥ വൈദ്യർ മറ്റാരോ ആണെന്ന് അവൾ മനസ്സിലാക്കി. സാരമില്ല, നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവളാണ്. സ്ത്രീകൾക്ക് പൊതുവെ ബുദ്ധി കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് യഥാർത്ഥമായതുപോലെയാണ്. എന്നാൽ നിങ്ങൾ ഇത്ര മിടുക്കിയാണെങ്കിലും ഒരു പുരുഷനും നിങ്ങളെ വിവാഹം കഴിക്കില്ല. പൊതുവെ മിടുക്കരായ സ്ത്രീകളെ പുരുഷന്മാർക്ക് ഇഷ്ടമല്ല, അമരൻ പറഞ്ഞു. അതെ അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പൊതുവെ പുരുഷന്മാർ അത്ര ബുദ്ധിയുള്ളവരല്ല. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള സ്ത്രീകളെ ഇഷ്ടപ്പെടാത്തത്. ഇത് കേട്ട് അമരൻ വായടച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല. ശരി ശരി, സംഭവം വേറെ എവിടേക്കോ പോകുന്നു. ഞാൻ നേരിട്ട് പറയാം. എന്റെ രഹസ്യം രഹസ്യമായി സൂക്ഷിക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ലതാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാനും പേടിപ്പിക്കാനും പോലും ഈ രഹസ്യം ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ നിനക്ക് ഗുണത്തേക്കാളേറെ ദോഷം അനുഭവിക്കേണ്ടി വരും. ഞാൻ നിന്നെ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ദേവാംഗന, നീ ഇത്തരമൊരു മണ്ടൻ തീരുമാനമെടുക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഞാൻ വിഡ്ഢിയല്ല. എന്റെ ഹൃദയം പറയുന്നതൊന്നും ഞാൻ കേൾക്കാറില്ല. എന്റെ മസ്തിഷ്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു. ഈ പാഞ്ചാല നഗരത്തിന് മുഴുവൻ ഈ കാര്യം നന്നായി അറിയാം. നീ എത്ര മിടുക്കിയാണെന്ന് കാലം തെളിയിക്കും. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് പിന്നെ നിന്റെ കാര്യം, അവൻ പറഞ്ഞു. അമരൻ പറഞ്ഞതിന് എന്തു മറുപടി പറയണം എന്നറിയാതെ ദേവാംഗന സ്തംഭിച്ചു നിന്നു. അത് അമര, പിന്നെ നമ്മുടെ ഉടമ്പടി 5 അമൃതധാരാ പാനീയ ഭരണി. മടിച്ചു ദേവാംഗന ചോദിക്കുന്നതിനിടയിൽ അമരൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു. കരാറിൽ ഒരു മാറ്റവുമില്ല. അത് അങ്ങനെ തന്നെ തുടരും. നിങ്ങൾ പറഞ്ഞതുപോലെ കടകരാജവംശത്തിലെ ആളുകൾക്ക് സാധനങ്ങൾ വിതരണം ചെയ്യരുത്. ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് 5 അമൃതധാരാ ഭരണി നൽകും. ഇതിൽ ഒരു മാറ്റവുമില്ല. അമരന്റെ വാക്കുകൾ കേട്ട് ദേവാംഗനയ്ക്ക് ആശ്വാസം തോന്നി. അധ്യായം 48.
അമരൻ പറഞ്ഞത് കേട്ടപ്പോൾ ദേവാംഗന ആശ്വസിച്ചു. നമ്മൾ ഒരുമിച്ച് നിന്നാൽ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ കരുതി എന്റെ ഈ സംശയത്തിന്റെ പേരിൽ ഈ ഉടമ്പടി വെറുതെയാകുമെന്ന് ഞാൻ ഭയന്നു. നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ കുമാരനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ? ദേവാംഗന ചോദിച്ചു. പറയൂ. ദേവാംഗന അമരന്റെ സുന്ദരമായ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. കുമാരന് 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ മാത്രമല്ല, ആരും വിശ്വസിക്കില്ല. കാണുമ്പോൾ വളരെ ചെറിയ കുട്ടിയെ പോലെയാണ് നിങ്ങൾ. പക്ഷെ ഇന്ന് നിന്നോട് സംസാരിച്ചപ്പോൾ എന്റെ ആ ചിന്ത മാറി. കുമാരന്റെ പ്രായത്തിനപ്പുറമുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ദേവാംഗന പറഞ്ഞു. അവളുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് അമരൻ നിസ്സംഗതയോടെ തലകുലുക്കി എഴുന്നേറ്റ് പ്രവേശന കവാടത്തിലേക്ക് വഴി ചൂണ്ടി. അത് കണ്ട ദേവാംഗന നിരാശയോടെ പോകാൻ ഒരുങ്ങി. പോവാൻ എഴുന്നേറ്റ ദേവാംഗനയെ കണ്ടപ്പോൾ അമരന് പെട്ടെന്നെന്തോ ഓർമ്മ വന്നു. ദേവാംഗന, ഒരു നിമിഷം. എന്നിട്ട് അവളുടെ അടുത്തേക്ക് പോയി. നോക്കൂ, നിനക്കിപ്പോൾ എന്നെക്കുറിച്ച് എല്ലാം അറിയാം. ഞാൻ നിന്റെ ലേലശാലയിൽ ഇനി വരുമ്പോൾ നിനക്കെന്നെ മനസ്സിലായതുപോലെ പെരുമാറരുത്. എന്നെ അറിഞ്ഞതായി നടിക്കരുത്. ഇതുവരെ എങ്ങനെയായിരുന്നു പെരുമാറിയത് അതുപോലെ തന്നെ പെരുമാറുക. ശരിയെന്ന് ദേവാംഗന തലയാട്ടി സമ്മതിച്ചു. ശരി, ഞാൻ അങ്ങനെ തന്നെ പെരുമാറാം. എന്നാൽ നിങ്ങളോട് എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ആ മുഖം മറച്ച വൈദ്യരെ ഞങ്ങളുടെ ലേലശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമോ? അവൾ തമാശ കലർത്തി ചോദിച്ചു. അദ്ദേഹം പൊതുവെ സമ്മതിക്കില്ല. എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം. അദ്ദേഹം സമ്മതിച്ചാൽ ഞാൻ കൊണ്ടുവരാം. എങ്കിലിനി നിങ്ങൾ പൊയ്ക്കോളൂ. ഞാൻ തിരികെ കൊട്ടാരത്തിലേക്ക് പോവട്ടെ. ഇപ്പോൾ തന്നെ സമയം കുറേയായി. ഇനിയും എന്നെ കണ്ടില്ലെങ്കിൽ കൊട്ടാരത്തിലുള്ളവർ വെറുതെ സംശയിക്കും. അതിനിട കൊടുക്കേണ്ട. ഇത്രയും പറഞ്ഞ് അമരൻ കൊട്ടാരത്തിലേക്ക് നടന്നു. അമരൻ തിരികെ പോകുന്നത് നോക്കി നിന്ന ദേവാംഗന ആലോചിച്ചു. ആ വാസുവിക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ലേ? ഇങ്ങനെ ഒരു കുമാരനുമായുള്ള കല്യാണം വേണ്ടെന്ന് വെച്ചതിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൾ പശ്ചാത്തപിക്കും. 1 മാസം കടന്നുപോയി. താരകേയ രാജവംശത്തിന്റെ മരുന്ന് പാഞ്ചാല നഗരത്തിലെ ചന്തയിൽ വൻതോതിൽ വിറ്റുപോയി. നഗരത്തിലെ 70% ആളുകളും ഈ മരുന്ന് വാങ്ങി ഉപയോഗിച്ചു. താരകേയ രാജവംശം വളരെ സന്തോഷത്തിലായിരുന്നു. കുറച്ചു കാലം മുമ്പ് ശൂന്യമായ ചന്തകളിൽ പോലും ഇപ്പോൾ ആളുകളുടെ തിരക്ക് നിറഞ്ഞു കവിഞ്ഞിരുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. ദൂരെ നിന്ന് പോലും ആളുകൾ താരകേയ രാജവംശത്തിന്റെ വിപണികളിൽ നിന്ന് മരുന്നുകൾ വാങ്ങാൻ പാഞ്ചാല നഗരത്തിലേക്ക് വന്നിരുന്നു. കടകരാജവംശജർക്ക് സങ്കടവും നിരാശയും ഉണ്ടായിരുന്നു. കാരണം അവർ മരുന്നിന്റെ വില വളരെയധികം വർദ്ധിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് പല യോദ്ധാക്കൾക്കും അവരോട് ശത്രുത ഉണ്ടായിരുന്നു. താരകേയ രാജവംശത്തിന്റെ ശക്തിവർദ്ധക പാനീയം കടകരാജവംശത്തിന്റെ ചുരുൾ ഗുളികകളേക്കാൾ ഫലപ്രദമായിരുന്നു. അതിനാൽ കടകരാജവംശത്തിന്റെ വിപണികളിൽ യാതാനും വ്യാപാരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു കടകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ചക്രാനന്ദ ലേലശാലയിൽ നിന്നുള്ള സാധനങ്ങളുടെ വിതരണം തടസ്സപ്പെട്ടതിന്റെ ഫലമായി കടകരാജവംശം ഇത്തരം നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. കാരണം നഗരത്തിലെ ഏറ്റവും വലിയ പച്ചമരുന്ന് കച്ചവടക്കാർ ചക്രാനന്ദ ലേലശാലയായിരുന്നു. മറ്റു വഴികളൊന്നുമില്ലാതെ കടകരാജവംശം ചന്തയിലെ കച്ചവടം നിലയ്ക്കാതിരിക്കാനായി പാഞ്ചാല നഗരത്തിലെ മറ്റു ചില കടകളിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് മരുന്നുകൾ വാങ്ങാൻ തുടങ്ങി. എന്നാൽ അത്തരത്തിൽ നടത്തിയ കച്ചവടവും അവർക്ക് നഷ്ടം മാത്രമേ നൽകിയുള്ളൂ. കടകരാജവംശവും താരകേയ രാജവംശവും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് പാഞ്ചാല നഗരത്തിൽ എല്ലാവർക്കും അറിയാം. താരകേയ രാജവംശം അനുദിനം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ കടകരാജവംശത്തെ സഹായിക്കാൻ ഒരു കടയുടമയും അവരുടെ ശത്രുത കാരണം മുന്നോട്ട് വന്നില്ല. ലാഭം കൊയ്യാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അവർ മരുന്നിന്റെ വില നാൾക്കുനാൾ കൂട്ടി. അത് കാരണം അവരുടെ വിൽപ്പന പിന്നെയും ഇടിഞ്ഞു. വിപണികളെല്ലാം പാപ്പരായി. അതേസമയം താരകേയ രാജവംശം വളരെ ശക്തമായ ഒരു രാജവംശമായി മാറുകയായിരുന്നു. ഒരു ദിവസം അമരൻ ചന്തയിലൂടെ നടക്കുകയായിരുന്നു. അവന്റെ പുറകിലായി ബലവീരന്മാരായ 5 യോദ്ധാക്കളും ഉണ്ടായിരുന്നു. യുവരാജാവിനെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അവർ അവന് പുറകെ നിശബ്ദരായി നടന്നു. പാതയിലൂടെ നടക്കുമ്പോൾ അങ്ങാടിയിലെ അനിയന്ത്രിതമായ തിരക്ക് അമരൻ ശ്രദ്ധിച്ചു. എതിരെ വന്ന ചില യോദ്ധാക്കൾ അമരനെ കണ്ടു വണങ്ങി. അമരനാണ് അടുത്ത രാജ്യത്തലവനെന്ന് എല്ലാവരും മന്ത്രിച്ചു. എന്താ രാജകുമാര,
ചന്തയിലെ കച്ചവടമെല്ലാം ശരിയായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വന്നതാണോ? ആരോ ഒരാൾ അമരനോട് ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ ശാന്തമായ പുഞ്ചിരിയോടെ അമരൻ അയാളെ കടന്നുപോയി. വിപണി സന്ദർശിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അമരൻ ചന്തയിൽ വന്നത്. അടുത്ത രാജാവായി ചുമതലയേൽക്കുമ്പോൾ അമരൻ എല്ലാ കാര്യങ്ങളിലും ബോധവാനാകണമെന്ന ആഗ്രഹം കാരണം അരുണേന്ദ്രൻ എല്ലാ വിപണികളുടെയും ചുമതല അമരനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനായി അദ്ദേഹത്തിന് തന്റെ രാജവംശത്തിലെ മുതിർന്നവരോട് തർക്കിക്കേണ്ടി വന്നു. കാരണം അവരുടെ വീക്ഷണത്തിൽ അമരൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തനായിരുന്നില്ല. എന്നാൽ ചിലർ മാത്രം അദ്ദേഹത്തിന്റെ തീരുമാനം തികച്ചും ശരിയാണെന്ന് വിശ്വസിച്ചു. കാരണം അവരുടെ അഭിപ്രായത്തിൽ അമരനായിരുന്നു താരകീയ വംശത്തിന്റെ അടുത്ത രാജാവ്. ചന്തയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അമരന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. ഇത്രയും വലിയ ചന്ത കൈകാര്യം ചെയ്യുക എന്നത് ഒരു ഭഗീരഥ പ്രയത്നമാവുമെന്ന് തുടക്കത്തിൽ അമരൻ കരുതിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ചന്തയുടെ മേൽനോട്ടം രസകരമാണെന്ന് കുമാരന് മനസ്സിലായി. പാതയുടെ അറ്റകുറ്റപ്പണികൾ, മരുന്നുകളുടെ വിറ്റഴിക്കൽ തുടങ്ങിയ ചുമതലകൾ അമരൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു. ചന്തയിലെ നിരീക്ഷണത്തിനിടയിൽ അവിടെ വരുന്ന പട്ടാളക്കാരിൽ നിന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള രസകരമായ കാര്യങ്ങൾ അമരൻ കേൾക്കും. രാക്ഷസന്മാരെ കുറിച്ചുള്ള രസകരമായ കഥകൾ, ഗുഹകളിൽ ഒളിച്ചിരിക്കുന്ന പ്രത്യേക വിദ്യകൾ, കടലിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ മുതലായവ പലരിൽ നിന്നായി അമരൻ കേട്ടു. അമരനും അവരെ പോലെ ഒരു സാഹസികമായ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു. ചിലപ്പോഴൊക്കെ അമരൻ തന്റെ സഞ്ചിയിൽ നിന്നും കുറച്ചു മരുന്ന് കുപ്പികൾ എടുത്ത് സഹതാപം തോന്നുന്ന ചില ആളുകൾക്ക് സൗജന്യമായി മരുന്നുകൾ നൽകി. അമരൻ നടന്നു പോകുമ്പോൾ മെലിഞ്ഞ ഒരു ചെറിയ മനുഷ്യൻ ഓടി വന്ന് അമരനെ നോക്കി കിതച്ചുകൊണ്ട് വന്നു നിന്നു. പാർത്ഥ, എന്താണ് കാര്യം? എന്തിനാ നീ ഇങ്ങനെ ഓടിക്കിതച്ചു വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമരൻ ചോദിച്ചു. പാർത്ഥൻ ഒരു കള്ളനായിരുന്നു. അവന്റെ ജോലി മറ്റുള്ളവരുടെ വസ്ത്രത്തിനുള്ളിലോ സഞ്ചിയിലോ ഉള്ള വസ്തുക്കൾ മോഷ്ടിക്കുക എന്നതായിരുന്നു. അമരന് പാർത്ഥനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവൻ കള്ളനായതിന്റെ പിന്നിൽ ആഴത്തിലുള്ള എന്തെങ്കിലും കാരണമുണ്ടെന്ന് അമരൻ വിശ്വസിച്ചിരുന്നു. ഇവരെ പോലുള്ളവർ താരകീയ രാജവംശത്തിന്റെ രഹസ്യചാരന്മാരായിരുന്നതുകൊണ്ടാണ് പാഞ്ചാല നഗരത്തിലെ ഇരുണ്ട തെരുവുകളിൽ നടക്കുന്ന രഹസ്യ സംഭവങ്ങൾ പോലും കൊട്ടാരത്തിൽ അറിയുന്നത്. നാട്ടിലെ സകല വിവരങ്ങളും ഈ കൂട്ടർ അറിയും. പോരാത്തതിന് ആ വിവരം കൃത്യമായി കൊട്ടാരത്തിൽ അറിയിക്കുകയും ചെയ്യും. ഈ കൂട്ടരുടെ ദൃഷ്ടിയിൽ നിന്നും ആർക്കും ഓടി ഒളിക്കാനാവില്ല. അമരനെ കണ്ടപ്പോൾ പാർത്ഥൻ പറഞ്ഞു, രാജകുമാര, മാധുരി കുമാരിയെ ചിലർ ശല്യം ചെയ്യുന്നതായി കേട്ടു. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പറഞ്ഞിട്ട് പോവാൻ വന്നത്. മാധുരിയെ ശല്യം ചെയ്യുകയോ? നിങ്ങൾ എന്താണ് കേട്ടത്? കാര്യം എന്താണെന്ന് വ്യക്തമായി പറയൂ. അമരൻ ആശങ്കയോടെ ചോദിച്ചു. അയ്യോ, എന്റെ രാജകുമാര, ഈ വിക്രമാർജുനൻ ഉണ്ടല്ലോ, കടകരാജാവ് അംഗശിലന്റെ പുത്രൻ, അവന് മാധുരിയുടെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ട്. ഇപ്പോൾ ചില മോശം ആളുകൾക്കൊപ്പം വന്ന് മാധുരി കുമാരിയെ ശല്യപ്പെടുത്തുന്നുണ്ടവൻ. അത് കേട്ടതും അമരന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അതേ ദേഷ്യത്തോടെ അമരൻ തന്റെ യോദ്ധാക്കളോട് പറഞ്ഞു, ആരായാലും എവിടെയാണെങ്കിലും എന്ത് ജോലിയിൽ ഏർപ്പെടുന്നവരാണെങ്കിലും 10 നിമിഷത്തിനുള്ളിൽ എല്ലാ യോദ്ധാക്കളും ഇവിടെ എത്തിയിരിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അമരൻ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. അമരന്റെ ആജ്ഞ കേട്ട് താരകീയ രാജവംശത്തിലെ ഒരു യോദ്ധാവ് പറഞ്ഞു, മനസ്സിലായി രാജകുമാര. അതും പറഞ്ഞുകൊണ്ട് അവൻ വേഗം ചന്തയിൽ നിന്നും ഇറങ്ങി നടന്നു. ആ യോദ്ധാവ് പോയതിനു ശേഷം ചുറ്റും അവശേഷിച്ച പടയാളികളോട് അമരൻ പറഞ്ഞു, അവർ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാൻ വയ്യ. നമ്മുടെ ചന്തയ്ക്ക് ചില നിയമങ്ങളുണ്ട്. അതാണ് ഇവിടെ നമ്മൾ പാലിക്കേണ്ടത്. കടകരാജവംശം അതെല്ലാം മനസ്സിലാക്കാൻ സമയമായി. പാർത്ഥ, നീ വന്നെനിക്ക് വഴി കാട്ടൂ. എവിടെയാണോ പ്രശ്നം നടക്കുന്നത് അവിടേക്ക് നയിച്ചാലും. അമരൻ ആജ്ഞാപിച്ചു. ഇത് കേട്ട പാർത്ഥൻ പ്രശ്നം നടക്കുന്നിടം ലക്ഷ്യമാക്കി നടന്നു. ഈ കടകരാജവംശജർക്ക് വല്ലാതെ അഹങ്കാരം കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നത്. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവർക്ക് പരിക്കുകളൊന്നും ഏൽപ്പിക്കാതെ തിരികെ വിട്ടാൽ എനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കും. എനിക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ ചന്തയുടെ മേൽനോട്ടത്തിൽ നിന്ന് തന്നെ പിന്മാറും. ഇതെന്റെ വാഗ്ദാനമാണ് എന്നു പറഞ്ഞ് അമരൻ നടന്നുപോയി. അത് കേട്ട് പാർത്ഥൻ തന്റെ നടത്തത്തിന് വേഗത കൂട്ടി. അതേസമയം ചന്തയുടെ അങ്ങേയറ്റത്ത് ആദിശേഷനും വിക്രമാർജുനനും വളരെ ആവേശത്തോടെ ഉല്ലസിച്ചു നടക്കുകയായിരുന്നു. മുല്ലപ്പൂവിന്റെ മാലയും കയ്യിൽ ചുറ്റി ആ മാല അവർക്ക് മുന്നിലൂടെ കടന്നുപോകുന്ന
സ്ത്രീകൾക്ക് നേരെ വീശി വളരെ മോശമായ സംഭാഷണത്തോടു കൂടി അവർ തെരുവിലൂടെ നടന്നു നീങ്ങി. അപ്പോഴാണ് ആദിശേഷന്റെ കണ്ണുകൾ മാധുരിയിൽ പതിഞ്ഞത്. പച്ച വസ്ത്രം ധരിച്ച് അതിസുന്ദരിയായി നിൽക്കുന്ന മാധുരിയെ കണ്ടപ്പോഴേ ആദിശേഷൻ മയങ്ങിപ്പോയിരുന്നു. അവളെ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് ഒരു നാണം കലർന്ന പുഞ്ചിരി വിടർന്നു. ആഹാ, എന്തൊരു ഭംഗി! ഇതുപോലൊരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടില്ല. അവളുടെ വേഷം കണ്ടാൽ വലിയ പെണ്ണിനെ പോലെ തോന്നും. അവളുടെ പച്ച വസ്ത്രം എന്നെ മോഹിപ്പിക്കുന്നു. ദുർവിചാരങ്ങളോടെ ആദിശേഷൻ അവളെ തന്നെ നോക്കി നിന്നു. മാധുരിയുടെ അടുത്തേക്ക് അസുഖകരമായ നോട്ടവുമായി ആദിശേഷൻ വരുന്നത് കണ്ടപ്പോൾ സൂര്യോദയൻ അവനോട് ദേഷ്യപ്പെട്ടു. സൂര്യൻ ആദിശേഷനോട് വഴക്കിന് പുറപ്പെട്ടു. ആദിശേഷൻ സൂര്യനെ ആക്രമിച്ചു. പൊതുസ്ഥലത്ത് അപമാനിക്കപ്പെട്ട സൂര്യോദയൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്ത സൂര്യൻ ആദിശേഷനെ എങ്ങനെയെങ്കിലും തല്ലി ഒതുക്കണമെന്ന ചിന്തയിൽ മുഷ്ടി ചുരുട്ടി. അപ്പോൾ അരികിൽ നിന്ന ജാനകി സൂര്യനോട് പറഞ്ഞു, സൂര്യ, സൂര്യ, അരുത് സൂര്യ, അവനെ തല്ലരുത്. അവനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? തീർച്ചയായും അവൻ നിന്നേക്കാൾ ശക്തനാണ്. വരൂ എന്ന് പറഞ്ഞ് അവൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സൂര്യൻ എഴുന്നേറ്റ് വസ്ത്രത്തിലെ പൊടി തട്ടി മാറ്റി ദേഷ്യത്തിൽ ജാനകിയുടെ അരികിൽ വിറച്ചു നിന്നു. അവന്റെ നോട്ടത്തിൽ മാധുരിയെ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ അതിയായ ദുഃഖമുണ്ടായിരുന്നു. ആദിശേഷൻ പല്ല് ഞെരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ജാനകി പറഞ്ഞത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ സൂര്യൻ അവന് നേരെ പ്രത്യാക്രമണത്തിന് മുതിർന്നില്ല. ആ സമയം ആദിശേഷന്റെ നോട്ടം സൂര്യോദയനെ കടന്ന് അവന്റെ അരികിൽ നിന്ന ജാനകിയിൽ പതിച്ചു. അവന്റെ മുഖം കൂടുതൽ പ്രകാശിച്ചു. അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവൻ അവളെ തല മുതൽ കാൽ വരെ വിഴുങ്ങുന്നത് പോലെ നോക്കി. ആദിശേഷന്റെ അടുത്തു നിന്നിരുന്ന വിക്രമാർജുനനോട് അവൻ പറഞ്ഞു, വിക്രമ, ഇന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നല്ല സമയമാണെന്ന് തോന്നുന്നു. മാലാഖമാരെ പോലെ സുന്ദരികളായ എല്ലാ പെൺകുട്ടികളും കാഴ്ച വിരുന്നൊരുക്കുന്നു. വിക്രമാർജുനനും മാധുരിയെ വലിയ ഇഷ്ടമായതിനാൽ ആദിശേഷന്റെ സംസാരം അയാൾക്ക് ഇഷ്ടമായില്ല. എന്നാൽ വൈദ്യരെ സന്തോഷിപ്പിക്കാൻ പിതാവ് കൽപ്പിച്ചിരുന്നു. അതിനാൽ അയാൾക്ക് തന്റെ അതൃപ്തി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആദിശേഷ, ഇത് നല്ലതല്ല. നമ്മൾ അനാവശ്യമായി പ്രശ്നത്തിൽപ്പെടും. ഈ സ്ത്രീകൾ താരകേയ രാജവംശത്തിൽപ്പെട്ടവരാണ്. അവൻ ജാനകിയെ ചൂണ്ടി പറഞ്ഞു. അവൾ ജാനകി. അവളുടെ മൂക്കിൻ തുമ്പിലാണ് കോപം. അവൾ വളരെ വളരെ ദേഷ്യക്കാരിയാണ്. അതുകൊണ്ട് ആണുങ്ങൾ അവളുടെ മുന്നിൽ നിന്ന് മാറി നടക്കാറാണ് പതിവ്. വിക്രമാർജുനൻ അത് പറയുന്നതിനിടയിൽ ആദിശേഷൻ ഇടയ്ക്ക് മാധുരിയെ ചൂണ്ടി ചോദിച്ചു, ശരി, ആരാണ് ആ പെൺകുട്ടി? അവൾക്കും ദേഷ്യം വരുമോ? അവൻ തമാശയായി ചോദിച്ചു. ആദിശേഷൻ മാധുരിയെ എത്ര നീചമായാണ് നോക്കുന്നതെന്ന് വിക്രമാർജുനൻ ശ്രദ്ധിച്ചു. ഇത് അവനെ ദേഷ്യം പിടിപ്പിച്ചു. അവൻ ആദിശേഷനെ ഉള്ളിൽ ശകാരിച്ചു. പക്ഷേ അത് തുറന്നു പ്രകടിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല. അധ്യായം 49. വിക്രമാർജുനൻ ആദിശേഷനോട് മാധുരിയെക്കുറിച്ച് പറഞ്ഞു. അവളുടെ പേര് മാധുരി. അവൾ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. വിക്രമാർജുനൻ പറഞ്ഞു. ആഹാ, മാധുരി, സുന്ദരമായ പേര്. പേര് പോലെ തന്നെ അവളും വളരെ സുന്ദരിയാണ്. അവളുടെ സൗന്ദര്യം എന്നിലെ മൃഗത്തെ ഉണർത്തും വിധത്തിൽ വശ്യമാണ്. അവൻ കണ്ണുകൾ അടച്ച് മന്ത്രിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. എന്നിട്ട് കണ്ണു തുറന്ന് മാധുരിയുടെ അടുത്തേക്ക് നടന്നു. നമസ്കാരം മാധുരി, എന്റെ പേര് ആദിശേഷൻ. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായി. നീ വളരെ സുന്ദരിയാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു ഉപകാരം ചെയ്യാമെന്ന് കരുതുന്നു. നിന്നെയും ജാനകിയെയും കൂട്ടി ചന്തയിൽ പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഞാൻ എനിക്കൊപ്പം ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ചന്തയിൽ നിന്നും എന്ത് വേണമെങ്കിലും വാങ്ങാം. പണത്തെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ടതില്ല. വാങ്ങിയ സാധനങ്ങൾക്ക് പണം ഞാൻ നൽകാം. ആദിശേഷൻ പറഞ്ഞു. ആദിശേഷന്റെ നെഞ്ചിൽ ഒരു വൈദ്യരുടെ അടയാളമുള്ളത് മാധുരി ശ്രദ്ധിച്ചു. ഈ തെമ്മാടി ഒരു വൈദ്യനാണോ? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ആശ്ചര്യത്തോടെ അവൾ ആദിശേഷനോട് ചോദിച്ചു, നിങ്ങൾ ഒരു വൈദ്യനാണോ? അത് കേട്ട് ആദിശേഷന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. മാധുരിയുടെ അടുത്തു നിന്ന ജാനകിയും ഇത് കേട്ട് ഞെട്ടി. മാധുരി പൊതുവെ വൈദ്യന്മാരെ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരാളാണ്.
ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ വൈദ്യന് മാധുരി ബഹുമാനം നൽകുമെന്ന് തോന്നുന്നില്ല. മാധുരി അയാളോട് ദേഷ്യപ്പെട്ട് കർക്കശമായി പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വൈദ്യനെ പോലെ പെരുമാറാൻ അറിയില്ലേ? നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് സാധനം വാങ്ങിത്തരുന്നത്? ഞങ്ങൾക്ക് വേറെ പ്രധാനപ്പെട്ട ജോലിയുണ്ട്. വേറെ ആളെ നോക്ക്. ആ സമയം മാധുരി ജാനകിയുടെ കയ്യിൽ പിടിച്ച് വേഗത്തിൽ അവിടെ നിന്നും നടക്കാൻ തുടങ്ങി. അവിടെ നിന്നും പോവാൻ ഒരുങ്ങിയ ആ 2 പെൺകുട്ടികളെയും പെട്ടെന്ന് കടകവംശത്തിന്റെ പട്ടാളക്കാർ തടഞ്ഞു വെച്ചു. ആ 2 സ്ത്രീകളെയും നിസ്സഹായരായി കണ്ട് പടയാളികൾ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. പടയാളികൾ തന്റെ വഴി തടയുന്നത് കണ്ട ജാനകിക്ക് ദേഷ്യം വന്നു. അവൾ വിക്രമാർജുനനെ നോക്കി പറഞ്ഞു, ഹേ വിക്രമ, ഇത് താരകീയവംശത്തിന്റെ പ്രദേശമാണെന്ന് നിനക്കറിയില്ലേ? ഞങ്ങളുടെ അതിർത്തിയിൽ വന്ന് ഞങ്ങളെ തടയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിനക്ക് എത്ര ധൈര്യമുണ്ടാവും? അടികെട്ടി കഴിഞ്ഞിട്ടാണോ നീ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? നിന്റെ നല്ലതിന് പറയുകയാണ്. ഉടനെ ഈ സ്ഥലത്ത് നിന്നും പോവാൻ നോക്ക്. എന്നാൽ അവളുടെ ദേഷ്യം ആദിശേഷനിൽ ഒരു ഭാവമാറ്റവും ഉണ്ടാക്കിയില്ല. അയ്യോ, ഇത് താരകീയ രാജവംശത്തിന്റെ ഭാഗമാണോ? ആരും ഇതേക്കുറിച്ച് എന്നോട് ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. പരിഹാസത്തോടെ ആദിശേഷൻ പറഞ്ഞു. ആദിശേഷൻ തങ്ങളുടെ രാജവംശത്തെ അപകീർത്തിപ്പെടുത്തുന്നത് കേട്ട് ജാനകി അയാൾക്ക് തക്കതായ മറുപടി നൽകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ ഈ സമയം അവൾ മൗനം പാലിച്ചു. അവളുടെ മൗനത്തിന്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. ഒരു വൈദ്യർ വിചാരിച്ചാൽ താരകീയ വംശത്തിന് ഒരുപാട് ദോഷം വരുത്താൻ സാധിക്കുമായിരുന്നു. ഈ കാര്യം അവൾക്ക് നന്നായി അറിയാം. എന്നാൽ തൊട്ടടുത്ത് നിന്ന മാധുരി വൈദ്യരെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു, ഹേ വിഡ്ഢി, നിനക്ക് ഞങ്ങളോട് സംസാരിക്കാൻ പോലും അർഹതയില്ല. വൈദ്യരെന്ന മറയിൽ ഈ ദേശത്തെ തന്നെ കബളിപ്പിക്കുന്ന ഒരു ചവറാണ് നീ. ചവർ എന്നാൽ മാലിന്യം. നീ ഒരു മാലിന്യമാണ്. അതിനുമേലെ അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ ചന്തയിലെ എല്ലാ കടയിലും കണ്ണാടി കിട്ടും. അതിലൊന്ന് വാങ്ങി നീ നോക്കിയാൽ മതി. അപ്പോൾ നിനക്ക് ചവർ എന്താണെന്ന് മനസ്സിലാകും. ഞങ്ങളുടെ കയ്യിലെ പണത്തെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. അത് ഞാൻ നോക്കിക്കോളാം. കുറഞ്ഞ നിലവാരമുള്ള അറിവുകൾ മാത്രമുള്ള നീ നിന്റെ അറിവുകൾ ഏതോ മികച്ചതാണെന്ന ധാരണയിൽ ഒരു മഹാനായ വൈദ്യരാണെന്ന വിചാരത്തിൽ കഴിയുകയാണ്. നിന്റെ ഈ ധാരണ തെറ്റാണ്. നീയൊക്കെ എത്ര അറിവ് സമ്പാദിച്ചാലും നിന്റെ ഒന്നും ഹൃദയം നല്ലതല്ലെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. മാധുരിയുടെ ദേഷ്യം നിറഞ്ഞ സംസാരം കേട്ട് അങ്ങാടി മുഴുവൻ നിശബ്ദമായി. കാണാൻ മൃദുലയായ മാധുരിയുടെ വാക്കുകളിൽ ഒരു മൃദുലതയും ഉണ്ടായിരുന്നില്ല. അവൾ ആദിശേഷന് പരുഷമായ വാക്കുകളിൽ തക്ക മറുപടി കൊടുത്തു. മാധുരി ഒരു സാധാരണ പെൺകുട്ടിയല്ലെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. അങ്ങാടിയിൽ നിൽക്കുന്നവർ മാത്രമല്ല, അവളുടെ ദേഷ്യം കണ്ട് അടുത്തുനിന്ന ജാനകിയും അമ്പരന്നു. ആളുകളുടെ മുന്നിൽ വെച്ച് മാധുരിയാൽ ആദിശേഷൻ അപമാനിക്കപ്പെട്ടു. അപമാനഭാരത്താൽ അയാളുടെ തല താഴ്ന്നു. ശേഷം ആദിശേഷന്റെ മുഖത്തെ ചിരി മാഞ്ഞു. ദേഷ്യത്തോടെ അവൻ മാധുരിയെ നോക്കി പറഞ്ഞു, ഇത്രയും വർഷമായി എനിക്കെതിരെ സംസാരിച്ച ഒരേ ഒരു പെൺകുട്ടി നീയാണ്. നീ ഒരു മിടുക്കിയാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ എന്റെ ആ ധാരണ തെറ്റാണെന്ന് നീ തെളിയിച്ചു. എന്നിട്ട് വിക്രമാർജുനനോട് പറഞ്ഞു, വിക്രമ, ഇവർ 2 പേരും ഇങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞാൽ ഒന്നും അനുസരിക്കില്ല. എന്റെ സ്വഭാവം ഇവർക്കറിയില്ല. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കൂ. ശേഷമുള്ള കാര്യങ്ങൾ അവരെ എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അയാളുടെ വാക്കുകൾ കേട്ട് വിക്രമാർജുനൻ ഞെട്ടിപ്പോയി. എന്ത് ഭ്രാന്താണ് ഈ വൈദ്യർ കാണിക്കുന്നത്? ഈ മനുഷ്യനെ പറ്റി പിതാവ് പറയുന്നത് ശരിയാണ്. വിലക്കുറവിൽ മരുന്നുണ്ടാക്കുന്നതല്ലാതെ ഈ വൈദ്യന് മറ്റൊന്നും അറിയില്ല. ആരോട് എന്ത് പറയണമെന്ന് ഇയാൾക്ക് ഒരു ധാരണയുമില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച ശേഷം ആദിശേഷനെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചു വിക്രമാർജുനൻ. നോക്കൂ ആദിശേഷ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. താരകേയ രാജവംശവുമായി നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ അതുമൂലം പല കുഴപ്പങ്ങളും ഉണ്ടാകും. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പിതാവ് ദേഷ്യപ്പെടും. അവൻ മുന്നറിയിപ്പ് നൽകി. അത് കേട്ട് ആദിശേഷൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. താരകേയ രാജവംശത്തെ നിനക്ക് പേടിയായിരിക്കും, പക്ഷേ എനിക്കൊരു പേടിയുമില്ല. അവരെ പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഭയമുള്ളവരെല്ലാം തിരിച്ചു പോകൂ. ഞാൻ ഒറ്റയ്ക്ക് മതി ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ. അയാൾ പട്ടാളക്കാരെ നോക്കി പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കൂ. ഉടനെ ഈ പെൺകുട്ടികളെ തൂക്കിയെടുത്ത് എനിക്കൊപ്പം വരൂ. പകരമായി ഞാൻ നിങ്ങൾക്കായി
യോദ്ധാക്കൾക്ക് ഫലപ്രദമായ 3-4 മരുന്നുകൾ തയ്യാറാക്കി നൽകാം. അത് ചുരുൾ ഗുളികകളേക്കാൾ ശക്തിയുള്ളതാണ്. ഈ മരുന്നുകൾ മാത്രം ഞാൻ തയ്യാറാക്കിയാൽ മതി താരകേയ രാജവംശത്തിന്റെ വിപണി വീണ്ടും വിജനമാകാൻ. എന്തായാലും എനിക്ക് ഈ 2 പെൺകുട്ടികളെയും വേണം. ആദിശേഷൻ ശാഠ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് വിക്രമാർജുനൻ വീണ്ടും ഞെട്ടി. മാധുരിയെ കണ്ടിട്ട് ഈ വൈദ്യർ ഇത്തരത്തിൽ പ്രവർത്തിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ ഈ വൈദ്യർ നിർമ്മിക്കുന്ന പുതിയ ഔഷധങ്ങൾ കൂടുതൽ ലാഭമുണ്ടാക്കി തരും. കടക രാജവംശത്തെ പഴയ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആ മരുന്നുകളുടെ വിൽപ്പന കൊണ്ട് സാധിക്കും. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ ആ വൈദ്യന് വേണ്ടി തന്റെ പ്രിയപ്പെട്ട മാധുരിയെയും ജാനകിയെയും പിടിച്ചു ബന്ധിക്കാൻ വിക്രമാർജുനൻ ഹൃദയവേദനയോടുകൂടി സൈനികരോട് ആജ്ഞാപിച്ചു. പട്ടാളക്കാരെ, ആദിശേഷൻ പറയുന്നത് പോലെ ആ 2 പെൺകുട്ടികളെയും ബന്ധിക്കൂ. അവന്റെ ആജ്ഞ കേട്ട് ആയുധധാരികളായ 10ഓളം ഭടന്മാർ മുന്നോട്ട് വന്ന് മാധുരിയുടെയും ജാനകിയുടെയും അടുത്തു നിന്നു. കടകരാജവംശത്തിലെ സൈനികരുടെ ഈ പ്രവൃത്തി കണ്ട് ജാനകി അത്യന്തം കോപിഷ്ഠയായി. അരയിൽ തൂങ്ങിയിരുന്ന ചാട്ടവാറെടുത്ത് അടുത്തു നിൽക്കുന്ന യോദ്ധാവിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ആ പ്രഹരത്തിന്റെ കാഠിന്യത്തിൽ പട്ടാളക്കാരന്റെ മുഖത്തു നിന്നും രക്തമൊഴുകി. ചാട്ടയുടെ അരികിൽ ഒരു ചെറിയ ഇരുമ്പ് കഷ്ണം ഘടിപ്പിച്ചിരുന്നു. അത് പട്ടാളക്കാരന്റെ കവിളിൽ തട്ടി അയാളുടെ കവിളിലെ തൊലിയുരിഞ്ഞു പുറത്തേക്ക് വന്നു. മറ്റു യോദ്ധാക്കൾ ദേഷ്യത്തോടെ അവളെ നോക്കി. ജാനകി 3 തവണ അപരാജിത നിലവാരത്തിലെത്തിയ പെൺകുട്ടിയായിരുന്നെങ്കിലും അവളുടെ മുന്നിൽ 10ഓളം യോദ്ധാക്കൾ ഈ നിമിഷം നിൽപ്പുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും അപരാജിത നിലവാരത്തിലുള്ളവരായിരുന്നു. എന്നിട്ടും ജാനകി ധൈര്യം സംഭരിച്ച് ആ പോരാളികളെ ആക്രമിക്കാൻ തുടങ്ങി. അവൾ തന്റെ ചാട്ടയെ ചുഴറ്റി വായുവിൽ പറന്നുയർന്ന് യോദ്ധാക്കളെ ആക്രമിച്ചു. യോദ്ധാക്കളുടെ പ്രതിരോധത്തിൽ നിന്നും പിടിച്ചു നിൽക്കാനായി ജാനകി പോരാടിക്കൊണ്ടിരുന്നു. അവൾ പോരാട്ടത്തിനിടെ അരികിൽ നിൽക്കുന്ന ജനങ്ങളെ നോക്കി. ഇതെന്തു മനുഷ്യരാണ്? ഞാനൊരു പെൺകുട്ടിയാണ്. എന്നിട്ടും നിരവധി പട്ടാളക്കാർക്കെതിരെയാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. ആ കാഴ്ച ജനങ്ങളെല്ലാം നോക്കി നിൽക്കുന്നു. ആരും മുന്നോട്ട് വന്ന് എന്നെ സഹായിക്കാൻ മുതിരുന്നില്ല. എത്ര വലിയൊരു ക്രൂരതയാണ് ഞങ്ങൾക്ക് നേരെ കടകവംശരുടെ സൈന്യം കാണിക്കുന്നത്. എന്നിട്ടും ഞങ്ങളുടെ സ്വന്തം ജനത വെറുതെ കണ്ട് രസിക്കുകയാണ് എന്നോർത്ത് അവൾ ആകെ തകർന്നുപോയി. അലറി വിളിച്ചുകൊണ്ട് ജാനകി രോക്ഷാകുലയായി പാഞ്ഞു വന്ന് ചാട്ടവാറുകൊണ്ട് ശക്തമായി പോരാടി ഒരു യോദ്ധാവിനെ കൂടി പരിക്കേൽപ്പിച്ചു. അവൾക്ക് നേരെ വരുന്ന പ്രത്യാക്രമണങ്ങൾ നേരിട്ടുകൊണ്ട് അവൾ സൂര്യോദയനെ നോക്കി. സഹോദര, ഉടനെ തന്നെ മാധുരിയെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവൂ. എന്നിട്ട് ആ കഴുതയെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരൂ. ഏത് കഴുതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലായില്ല? അമരൻ, അവനോട് ഇവിടേക്ക് വരാൻ പറയൂ. അതുവരെ ഞാൻ ഇവരെ കൈകാര്യം ചെയ്തു കൊള്ളാം. അവൾ സൂര്യനോട് പറഞ്ഞു. ശരി ജാനകി, കുറച്ചു നേരം കൂടി പിടിച്ചു നിൽക്കൂ, ഞാൻ അവനെ ഉടൻ കൊണ്ടുവരാം എന്നു പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. അവൻ നീങ്ങിയ ഉടനെ ജാനകി ആക്രോശിച്ചുകൊണ്ട് ചാട്ടവാർ ചുഴറ്റി പട്ടാളക്കാരുടെ അടുത്തേക്ക് പാഞ്ഞു. ആ സമയം ജാനകിയുടെ അടിയേറ്റ് പരിക്കേറ്റ ഒരു യോദ്ധാവ് അവളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. പ്രതീക്ഷിക്കാതെ നടന്ന ആ ആക്രമണത്തിൽ ജാനകി നിലത്ത് വീണു. നിലത്ത് വീണ ജാനകി ആക്രമണത്തിൽ വല്ലാതെ രോക്ഷാകുലയായി ശക്തി സംഭരിക്കാൻ തുടങ്ങി. ശക്തി സംഭരിച്ചപ്പോൾ അവൾ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ആരോ തനിക്ക് അരികിലൂടെ ഓടി വരുന്ന ശബ്ദം കേട്ട് ആരാണെന്ന് അവൾ ശ്രദ്ധിച്ചപ്പോൾ പടയാളികളുടെ അടുത്തേക്ക് ഓടുന്നത് അമരനാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ വേഗം ജാനകിയെ ആക്രമിച്ച യോദ്ധാവിന്റെ അടുത്തേക്ക് ഓടി. അമരനെ കണ്ടപ്പോൾ യോദ്ധാക്കൾ പ്രത്യാക്രമണത്തിന് തയ്യാറായി നിന്നു. എന്നാൽ അമരൻ നേരിട്ട് കൈമുട്ടുകൊണ്ട് ഒരു യോദ്ധാവിന്റെ തലയിൽ ആഞ്ഞടിച്ചു. ഈ ആക്രമണം യോദ്ധാവിനെ ബോധരഹിതനാക്കുകയും അതേ തുടർന്ന് അയാൾ നിലത്ത് വീഴുകയും ചെയ്തു. ഒപ്പം വന്ന താരകീയ രാജവംശത്തിലെ പടയാളികളെ നോക്കി ആജ്ഞാപിച്ചു. പടയാളികളെ, കടകരാജവംശത്തിലെ എല്ലാവരുടെയും കാലുകൾ തല്ലി ഒടിക്കൂ. ഇനി എന്റെ ചന്തയിൽ അവരാരും കാലു കുത്തരുത്. അപ്പോൾ ഒരു യോദ്ധാവ് അമരന്റെ നേർക്ക് ഇരുമ്പ് ദണ്ടെറിഞ്ഞു പറഞ്ഞു. കുമാരാ, ഇത് പിടിക്കൂ. അമരൻ ഇരുമ്പ് ദണ്ട് ഭംഗിയായി പിടിച്ച് ആദിശേഷന്റെയും വിക്രമാർജുനന്റെയും അടുത്തേക്ക് ചെന്നു. അന്നേരം അമരന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അത് കണ്ട് രണ്ടുപേരും അല്പം പരിഭ്രമിച്ചു. താരകീയ വംശജർ അമരന്റെ കൽപ്പന കേട്ട് മുന്നോട്ട് വന്ന് പടയാളികളെ ആക്രമിക്കാൻ തുടങ്ങി. മറുവശത്ത് കടകരാജവംശത്തിലെ പട്ടാളക്കാർ വളരെ പരിഭ്രാന്തരായി. അപ്പോൾ കുറെ പടയാളികൾ കയ്യിൽ ഇരുമ്പ് ദണ്ടുകളുമായി അവരുടെ മുന്നിൽ ഓടുന്നുണ്ടായിരുന്നു. എല്ലാവരും അപരാജിതൻ നിലവാരത്തിലുള്ള യോദ്ധാക്കളായിരുന്നു. ഇരുവരും തമ്മിൽ വഴക്ക് തുടങ്ങി. ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നറിയാതെ എല്ലാവരും ആ പോരാട്ടം കണ്ടു.
അവർ പരസ്പരം ഇടിക്കുന്ന ശബ്ദം ചന്തയാകെ മുഴങ്ങി. ചിലപ്പോൾ ചിലരുടെ കൈയുടെ എല്ലും ചിലപ്പോൾ ചിലരുടെ കാലിന്റെ എല്ലും ഒടിഞ്ഞു. ഇങ്ങനെ വഴക്ക് കുറച്ചു നേരം തുടർന്നു. ഈ സമയം അമരൻ ജാനകിക്ക് അരികിലെത്തി. "ഏയ് ജാനകി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?" എന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് തലകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ജാനകി വീണിടത്തു നിന്നും എഴുന്നേറ്റു. "നിങ്ങൾ രണ്ടുപേരും ചന്തയിൽ പോകുന്ന കാര്യം എന്തേ എന്നോട് നേരത്തെ പറയാതിരുന്നത്? കടകവംശക്കാർ ഇന്ന് അങ്ങാടിയിൽ വന്ന് പ്രശ്നമുണ്ടാക്കാൻ പോകുന്ന വിവരം ചാരന്മാർ മുഖേന നേരത്തെ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. നിങ്ങളാണെങ്കിൽ എന്നോട് പറഞ്ഞതുമില്ല. നിങ്ങൾ വരുന്ന വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഇന്ന് വരാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു," അമരൻ പറഞ്ഞു. ജാനകി ആദ്യമായി അമരനെ കാണും പോലെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. അമരൻ ആദ്യമായി അവളോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. അവളുടെ കാര്യത്തിൽ ആശങ്കയോടെ സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അമരന്റെ ഈ മാറ്റത്തിൽ അവൾ അല്പം അമ്പരം നിന്ന് അവളുടെ മുഖത്തു നിന്നും വ്യക്തമായിരുന്നു. അവൾ അമരനെ നോക്കി പറഞ്ഞു, "ഞാൻ മാധുരി അന്വേഷിച്ച് കൊട്ടാരത്തിൽ പോയിരുന്നു. അവിടെ നിന്നാണ് അവൾ ചന്തയിലേക്ക് വന്ന വിവരം അറിഞ്ഞത്. ഞാൻ കരുതി അമരനൊപ്പമാണ് മാധുരി ചന്തയിൽ പോയതെന്ന്. ഇത്തരം നീചന്മാർ ചന്തയിലുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല." അവൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ തന്നിൽ നിന്ന് അല്പം അകലെ നിൽക്കുന്ന മാധുരിയെ കണ്ടു. അവൻ അവൾക്കരികിലേക്ക് നടന്നു. "എന്താ മാധുരി, നിനക്ക് ഈ ജാനകിയോടൊപ്പം നടന്നിട്ട് ദേഷ്യം അല്പം കൂടിയെന്ന് തോന്നുന്നു." അത് കേട്ടു മാധുരി ഗൗരവത്തിൽ പറഞ്ഞു, "അങ്ങനെയല്ല അമര, എനിക്ക് ആ വൈദ്യനെ കാണുന്നതേ ദേഷ്യമാണ്." ചന്തയിൽ അപ്പോഴും യോദ്ധാക്കൾ പോര് തുടരുന്നുണ്ടായിരുന്നു.